ஆசீர்வதிக்கப்பட்ட காட்டாக்கடை கன்வென்ஷன் முதலாம் நாள் மாலை கூட்டத்துக்கு கடந்து வந்திருக்கிறவங்க யாவரையும் ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தில் நாங்கள் வாழ்த்தி வரவேற்கிறோம். അനുഗ്രഹിക്കപ്പെട്ട ഈ കാട്ടാക്കട കൺവെൻഷന്റെ പ്രഥമ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. காட்டாக்கடை என்று சொன்னாலே விசேஷமான ஒரு இடம், கடைகளுடைய சங்கமமாயிருக்கிறது. കാട്ടാക്കട എന്ന് പറയുമ്പോൾ അതിന് പേരിന് തന്നെ നല്ലൊരു അർത്ഥമുണ്ട്. കടയുടെ സംഗമം, ഒരു കൂട്ടി ചേർച്ചയായി കാണപ്പെടുന്നു. இந்த கிறிஸ்டியன் காலேஜ் கூட ஒரு பிரசித்தமானது. அவருடைய மோட்டோவே கம் டு லேர்ன், கோ டு சர்வ், படிக்கும்படி வாருங்கள், சேவை செய்யும்படி போங்கள் என்கிற முத்திரை வாக்கியத்தோடு கூட இந்த நல்ல സ്ഥാപനം இங்கே இயங்கிக் கொண்டிருக்கிறது. ഈ കോളേജ് പോലും വളരെ പ്രശസ്തിയാർജിച്ചതായി കാണപ്പെടുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി കടന്നു വരുവീൻ, പലവിധത്തിലുമുള്ള സേവകൾ ചെയ്യുവാനായി പല സ്ഥലങ്ങളിലായി കടന്നു പോകുവീൻ. ഇങ്ങനെയുള്ളതായ അർത്ഥത്തോടും ഇങ്ങനെയുള്ള ഒരു ചിന്താഭാരത്തോടും കൂടെ പലവിധ പ്രവൃത്തികളും അവർ ചെയ്യുന്നു. கன்வென்ஷன் சுவிசேஷ கூட்டம் என்று சொல்லும் பொழுது விசேஷமான காரியங்களை கேட்கும்படி நாம் കൂടുகிறதான കൂടുകയായിരിக்கிறது. കൺവെൻഷൻ എന്നോ അല്ലെങ്കിൽ സുവിശേഷ മീറ്റിംഗ് എന്നോ എന്ന് പറയപ്പെടുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ സത്യം ശ്രവിക്കുവാനായി വളരെ താല്പര്യത്തോടും വാഞ്ചയോടും കൂടെ നാം കൂടി വരുന്ന സന്ദർഭങ്ങളായി അത് കാണപ്പെടുന്നു. பொதுவாகவே இன்றைக்கு மனிதனுக்கு எல்லா காரியத்தையும் கேட்க அவனுக்கு நேரம் இல்லை. പൊതുവെ നാം ചിന്തിച്ചാൽ ഇന്ന് സകല കാര്യങ്ങളും ശ്രവിക്കുവാനുള്ളതായ സമയം മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല. அநேக காரியங்கள் பேச அவனுக்கு நேரம் இல்லை. അനേക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാനും അവന് സമയമില്ല. அநேக காரியங்களை படிக்கவும் அவனுக்கு நேரம் இல்லை. അനേക കാര്യങ്ങളെ പഠിച്ചെടുക്കുവാനുള്ള സമയവും അവന് കാണപ്പെടുന്നില്ല. மிகவும் பிரதானமான முக்கியமான காரியங்களை தான் கேட்கிறான், காண்கிறான், പഠിக்கிறான். വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെ മാത്രം പഠിക്കുകയും കേൾക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യുന്നു. தேவனுக்கு மகிமையுண்டாகட்டும். ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. வாழ்க்கையை எடுத்துக்கொண்டாலும் கூட மனிதன் மிகவும் முக்கியமான காரியங்களுக்கு தான் മുഖ്യത്വം തരുகிறாൻ. പൊതുവെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. அப்படி மனிதன் முக்கியப்படுத்துகிற காரியங்கள் என்ன? അങ്ങനെ പ്രാധാന്യം കൽപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? அதை குறித்து தேவன் சொல்லுகிற காரியம் என்ன? അതിനെക്കുറിച്ച് ദൈവം പറയുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? இதுதான் இன்றைய நம்முடைய சிந்தனையாய் இருக்க போகிறது. നമ്മുടെ ചിന്താ വിഷയം ഇന്ന് ഇങ്ങനെയുള്ളതായി കാണപ്പെടുന്നു. அதற்காக நம்முடைய பரிசுத்த வேதாகமத்தை எரேமியாவின் தீர்க்கதரிசன புஸ்தகம் 9ஆம் அதிகாரம் 23-24 വചനങ്ങൾക്ക് നേരാக തിരുപ്പുவோம். അതിന് നമ്മുടെ ധ്യാനത്തിനായി യിരെമ്യാ പ്രവചന പുസ്തകം 9ആം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ஞானி தன் ஞானத்தை குறித்து மேன்மை பாராட்ட வேண்டாம், பராக்கிரமன் தன் பராக்கிரமத்தை குறித்து மேன்மை பாராட்ட வேண்டாம், ஐஸ்வர்யவான் தன் ஐஸ்வர்யத்தை குறித்து மேன்மை பாராட்ட வேண்டாம். மேன்மை பாராட்டுகிறவன் பூமியிலே கிருபையையும் நியாயத்தையும் நீதியும் செய்கிற கர்த்தர் நான் என்று என்னை அறிந்து உணர்ந்திருக்கிறதை குறித்தே மேன்மை பாராட்ட கடவன் என்று கர்த்தர் சொல்லுகிறார். ഇവകളിൻ മേൽ പ്രിയമായിരിக்கிறேன் என்று കർത്താവ് சொல்லுகிறார். യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. மனிதன் எதை நேசிக்கிறானோ, எதை விரும்புகிறானோ, எதில் அதிகமான நன்மைகள் இருக்கிறது என்று காண்கிறானோ അതെത്താൻ അവൻ മേന്മ പാരാട്ടുവാൻ. മനുഷ്യനെന്ന് എന്തിനെ സ്നേഹിക്കുന്നുവോ, അധികം തന്റെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, അതിലുപരിയായി ഏത് കാര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള അനുഭവങ്ങൾ ഉള്ളത്, അതിനെയാണ് അന്വേഷിക്കുകയും സ്നേഹിക്കുകയും അതിൽ പ്രശംസിക്കുകയും ചെയ്യുന്നത്. அப்படி அவன் கண்டுகொண்டதான പ്രധാനமான 3 കാര്യങ്ങളെ കുറിച്ച് വേദം ഇങ്ങനെ നമുക്ക് சொல்லுகிறது. ഇപ്രകാരം മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. 1 ജ്ഞാനം, 1 ജ്ഞാനം, 2 പരാക്രമം, രണ്ടാമതായി ബലം, 3 ഐശ്വര്യം, മൂന്നാമതായി ധനം. இது மூன்றும் தான் மனிதனுடைய பார்வையிலே இன்றைக்கு பிரதானமானதாய் காணப்படுகிறது. ഈ 3 അനുഭവങ്ങളും മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇന്ന് വളരെ പ്രാധാന്യമുള്ളതായി കാണപ്പെടുന്നു. ஞானம் அது எல்லாரும் விரும்புகிறார்கள்,
குழந்தைகள் பிறக்கும் பொழுதுதானே என் பிள்ளை அறிவில் சிறந்தவனாய் வளர வேண்டும் என்று தாய் தகப்பன் விரும்புகிறான். ഇന്ന് ജ്ഞാനത്തെ എല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞ് നല്ലൊരു ജ്ഞാനിയായി അറിവിൽ വളർന്നു വരണമെന്ന് എല്ലാ രക്ഷകർത്താക്കളും ആഗ്രഹിക്കുന്നു. நல்ல ஸ்கூல் பார்க்கிறார்கள், காலேஜை பார்த்து சேர்த்து அதிகம் பணம் செலவழித்தாலும் நல்ல ஒரு படிப்பை கல்வி அவர்களுக்கு தருகிறார்கள். നല്ലൊരു സ്കൂൾ അതിനായി അന്വേഷിക്കുന്നു. അതുപോലെ കോളേജ് വിദ്യാഭ്യാസത്തിനും നല്ലതായിട്ടൊക്കെ അന്വേഷിക്കുന്നു. നല്ല വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിൽ നേടിക്കൊടുക്കുവാൻ രക്ഷകർത്താക്കൾ വളരെയേറെ പരിശ്രമിക്കുകയും ചെയ്യുന്നു. தமிழில் இப்படி ஒரு சொல்லுண்டு, கண் உடையவர் என்பவர் கற்றோர். படித்தவர்களுக்கு தான் கண்ணுள்ளவர்கள் என்று பெயர், படிக்காதவர்களுக்கு கண்ணில்லாதவர்கள் என்று பெயர். വിദ്യാഭ്യാസം ഉള്ളവർക്ക് കണ്ണുണ്ടെന്ന് പേർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അങ്ങനെ കണ്ണില്ല എന്നാണ് പേരെന്ന് തമിഴിൽ ഒരു പഴഞ്ചൊല്ലുമുണ്ട്. படித்தவர்கள் எங்கும் போய் நன்றாக ஜீவிக்க முடியும். നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് എവിടെ പോയി വേണമെങ്കിലും നന്നായിട്ട് ജീവിക്കുവാൻ കഴിയും. நல்ல வேலை கிடைக்கிறது, லைஃப் ஸ்டைல் நன்றாய் மாறுகிறது, നല്ല ജോലി കിട്ടുന്നു, ജീവിത അവസ്ഥകൾക്കൊക്കെ നല്ല മാറ്റം സംഭവിക്കുന്നു. ஆனபடினால் இதற்கு மனிதர்கள் முக்கியத்துவம் தருகிறார்கள். ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മനുഷ്യർ വളരെ പ്രാധാന്യം നൽകുന്നു. பராக்கிரமம் இல்லாவிட்டால் பலம் என்று சொன்னால் ஒரு மனிதன் தன்னுடைய சரீரம் நன்றாய் ஆரோக்கியமாய் இருக்க வேண்டும் என்று நினைக்கிறது இயல்பாயிருக்கிறது. രണ്ടാമതായി ബലം എന്ന് പറയപ്പെടുന്നു. പൊതുവെ മനുഷ്യർ തങ്ങളുടെ ശരീരം നല്ല ആരോഗ്യത്തോട് കാണപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. அதை குறித்தும் இப்படி ஒரு சொல்லுண்டே, சுவர் இருந்தால் தான் சித்திரம் வரைய முடியும், சரீரம் நன்றாக இருந்தால் தான் ஏதாவது செய்ய முடியும், அதனால சரீரத்தை பார்த்து கொள்ளுங்க, உடம்பு கவனித்து கொள்ளுங்கள் என்று சொல்லுகிறது உண்டு. ഉണ്ടെങ്കിലേ ചിത്രം വരയുവാൻ കഴിയുമെന്നും ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ശരീരം നല്ല ആരോഗ്യത്തോട് കാണപ്പെട്ടാൽ മാത്രമേ പല ജോലികളും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ആയതുകൊണ്ട് ആരോഗ്യം നന്നായിട്ട് സൂക്ഷിച്ചു കൊള്ളണമെന്നും ചിന്തിക്കുന്നു. இன்றைக்கு நீங்கள் பார்த்தீர்களானால் இந்த பிசிக்கல் எக்ஸசைஸ் செய்யும்படியாக உடம்பு ஃபிட்னஸை வைத்துக் கொள்ளும்படி எத்தனை இடங்களில் ஜிம் எல்லாம் നാം பார்க்கிறோம். പൊതുവെ ഇന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ ശാരീരിക അഭ്യാസത്തിന് വേണ്ടിയും ശരീരത്തെ നന്നായിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടിയും ശരീരത്തെ പല വിധത്തിൽ അഭ്യസിപ്പിക്കുകയും പല ജിമ്മൊക്കെ ഉണ്ട്, അവിടെയും പോയി അവർ അഭ്യാസനമൊക്കെയും ചെയ്യുന്നു. മൂന്നാമതായി ഐശ്വര്യത്തിക്ക് മനുഷ്യൻ മുഖ്യത്വം തരുகிறான். ധനത്തിനും മനുഷ്യർ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു. പണം പത്തും ചെയ്യും എന്ന് சொல்வார்கள். കാശ് പത്തും ചെയ്യുമെന്നും പറയാറുണ്ട്. അത് ന്യായமான വിധത്തിലും സമ്പാദിக்கிறார்கள், അന്യായമായും സമ്പാദിக்கிறார்கள். അത് നീതിയായ വിധത്തിലും അനീതിയായ വിധത്തിലും ആ കാശൊക്കെയും നേടിയെടുക്കുന്നു. സ്വത്ത് വേണം, പണം വേണം, സ്വത്ത് വേണം, അത് മനുഷ്യനുடைய വിരുപ്പം. ധനം അല്ലെങ്കിൽ സ്വത്ത് ആവശ്യമാണ്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലെ ആഗ്രഹവും അത് തന്നെയാണ്. ഒരു മനുഷ്യനെ ഗണപ്പെടുത്തുവதற்கு இந்த മൂന്ന് അടിപ്പടയിൽ தான் മനുഷ്യനെ ഗണപ്പെടുത്തുகிறார்கள். ഈ മൂന്ന് വിധ അടിസ്ഥാനത്തിന്റെ കീഴിലാണ് ഇന്നൊരു മനുഷ്യനെ പ്രശംസിക്കുന്നത് അല്ലെങ്കിൽ ഉയർന്നവനായി ചിന്തിക്കുന്നത്. எப்படி ஆள் எப்படி நல்ல அறிவுள்ள ஆளா, நல்ல ஆரோக்கியமான ஆளா, இல்ல பைசா பார்ட்டியா, அப்படிதான் മനുഷ്യനെ കണക്ക് കൂട്ടുகிறார்கள். മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവന് നല്ല ജ്ഞാനമുണ്ടോ, അല്ലെങ്കിൽ നല്ല ധനമുണ്ടോ, അല്ലെങ്കിൽ നല്ല സൗകര്യമുള്ള കുടുംബത്തിലുള്ളതാണോ, ഇങ്ങനെയൊക്കെയും ചിന്തിക്കാറുണ്ട്. இப்படி மனிதன் இதெல்லாம் முக்கியப்படுத்தும் பொழுது தேவன் ஏன் ഇവകളെ കുറിച്ച് മേന്മ പാരാട്ട വേണ്ടാം എന്ന് சொல்லுகிறார்? മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം അധികമായി നൽകുമ്പോൾ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പ്രശംസിക്കരുത് എന്ന് പറയുന്നു? எந்த ஒரு காரியம் தொடக்கம் நன்றாயிருக்கலாம், அதனுடைய முடிவு நன்றாய் இல்லாவிட்டால், அது அழிவு நாசமாயிருக்குமானால் നിശ്ചയമാ നാം അതേ കുറിച്ച് മേന്മ പാരാട്ടക്കൂടാതെ. ഏതുവിധ കാര്യമായിരുന്നാലും ഒരുപക്ഷെ ആരംഭത്തിൽ നന്നായിരുന്നേക്കാം, എന്നാൽ അതിന്റെ അന്ത്യം അവസാനം എന്നത് നല്ലതാകാതെ അത് വളരെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നാം ഒരിക്കലും പ്രശംസിക്കരുത്. നാങ്കൾ ഇതൊன்றையும் കുറ്റപ്പെടുത്തുகிறதில்லை. ഈ കാര്യങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. വേദം சொல்லுகிற காரியத்தை வேதத்தின் வெளிச்சத்தில் நாங்கள் உங்களுக்கு சொல்லுகிறோம். തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ളതായ സത്യങ്ങളെ ആ വചനത്തിന്റെ വെളിച്ചത്തിന്റെ മുമ്പിൽ ആ സത്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയുന്നു. ജ്ഞാനി തൻ ജ്ഞാനത്തെ കുറിച്ച് മേന്മ പാരാട്ട വേണ്ടാം. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. കാരണമെന്ത്? ഇന്നത്തെ ഉലകത്തിന്റെ ജ്ഞാനം എപ്പടി ഇരിക്കുന്നത്? ഇന്ന് ലോകത്തിലുള്ള ലോകജ്ഞാനം എങ്ങനെയുള്ളതാണ്? യാക്കോബ് നിരുപക്കാരൻ சொல்லுகிறாரே 3-ാം അധികാരം 15-ാം വചനത്തിലെ, യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നു അതിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ, ഇவ்வுலகத்து ജ്ഞാനം അത് ലൗകിക സംബന്ധമായി കാണപ്പെടും.
காணப்படுகிறது. ഈ ലോകത്തിലെ ജ്ഞാനം എന്നത് ലൗകികമായതായി കാണപ്പെടുന്നു. என்ன படித்தாலும் இந்த உலகத்தில் உள்ள காரியங்களை அறிந்து கொள்ளும்படியாகத்தான் அவனுடைய படிப்பு உதவி செய்கிறது. എന്തു തന്നെ വിദ്യാഭ്യാസം നിന്ന് നേടിയെടുത്താലും ഭൗമികമായ ലോക കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനത്തിനായിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾക്കായി അവർ അത് ചെയ്യുന്നു. இன்னைக்கு அறிவு வளர்க்க படிக்கிறதை காட்டிலும் வேலை கிடைக்க படிக்கிறதுக்கு தான் முக்கியத்துவம் தருகிறார்கள். ഇന്ന് മനുഷ്യൻ തന്റെ അറിവ് വർദ്ധിക്കുന്നതിനേക്കാൾ അധികമായി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോ തനിക്ക് നല്ലൊരു ജോലി കിട്ടണം അങ്ങനെയുള്ള ഒരു ചിന്തയോട് കൂടിയാണ്. தேவனுக்கு மகிமையுண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. அந்த ஞானம் ஜென்ம சுபாவத்துக்குரியதாக இருக்கிறது என்று நாம் வாசிக்கிறோம். അങ്ങനെയുള്ളതായ ജ്ഞാനം എന്നത് ഭൗമികമായത് അല്ലെങ്കിൽ ജന്മ സ്വഭാവത്തിന് ഉൾപ്പെട്ടതെന്ന് നാം വായിക്കുന്നു. அவன் பிறக்கும் போது என்ன சுபாவம் இருந்ததோ வளர்ந்து வரும்போது என்ன சுபாவம் இருந்ததோ அதுதான் அவனுக்கு இருக்கு. அவன் படிக்கிறதுனால அவன் சுபாவத்தில் ஒரு மாற்றமும் வருகிறது இல்லை. താൻ ജനിച്ച ബാല്യപ്രായത്തിൽ വളരുമ്പോൾ എങ്ങനെയുള്ള സ്വഭാവം ഉൾപ്പെട്ടവനായി കാണപ്പെടുന്നുവോ ആയതുപോലെ തന്നെ തന്റേതായ ഭാവി ജീവിതത്തിലും അവന്റെ സ്വഭാവം കാണപ്പെടും എന്നതിലുപരിയായി അവൻ വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് മാത്രം അവന്റെ ജീവിതത്തിൽ സ്വഭാവത്തിന് ഒരു മാറ്റം സംഭവിക്കുകയില്ല. தெரியுமே எத்தனையோ கல்லூரிகளில் யூனிவர்சிட்டியில பிரச்சனைன்னு வந்தா அடித்தடிக்கெல்லாம் ஸ்டூடெண்ட்ஸ் தானே இறங்குகிறார்கள். ഇതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. കോളേജിലായാലും സർവകലാശാലയിലായാലും എന്തെങ്കിലും പ്രശ്നമോ വഴക്കോ തല്ലോ ഉണ്ടാകുമ്പോൾ അതിന് ആദ്യം ഇറങ്ങി ചെല്ലുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ്. பேய்த்தனத்துக்குரிய ஞானம் என்று வேதம் சொல்லுகிறது. അത് പൈശാചികമായ ജ്ഞാനമാണെന്നും തിരുവെഴുത്തിൽ വായിക്കുന്നു. ஏன் அப்படி சொல்லப்படுகிறது? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? மனிதன் அறிவு பெருகும் பொழுது മനുഷ്യന്റെ ജീവിതത്തിലെ ആ ജ്ഞാനം വർദ്ധിക്കുമ്പോൾ எந்தோ தான் அடைந்து விட்டேன் பெற்றுக்கொண்டேன் என்கிறதான் அகம்பாவமும் அகங்காரமும் பெருமையும் அதோடு கூட சேர்ந்து வளருகிறது. താൻ തന്റേതായ ജ്ഞാനത്താൽ എന്തൊക്കെയോ നേടിയെടുത്തു, എന്തൊക്കെയോ തന്റെ ജീവിതത്തിൽ താൻ പ്രാപിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് പ്രശംസിക്കുകയും നിഗളിക്കുകയും ഗാർവിക്കുകയും ചെയ്യുന്നു. இதெல்லாம் பிசாசின் தன்மையாய் காணப்படுகிறது. ഇതൊക്കെയും പിശാചിന്റെ ഒരു സ്വഭാവമായി കാണപ്പെടുന്നു. சுருக்கமாய் சொல்ல வேண்டுமானால் ചുരുങ്ങിയ വിധത്തിൽ പറഞ്ഞാൽ இந்த ஞானம் போய் முடிகிறது எங்கே? ഈ ജ്ഞാനമൊക്കെയും പോയി അവസാനിക്കുന്നത് എവിടെയാണ്? வெளிப்படுத்தின விசேஷம் 13ஆம் அதிகாரம் 18ஆம் வசனத்தை வாசிக்கும் பொழுது വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ஒன்று வாசியுங்கள். இதிலே ஞானம் விளங்கும் அந்த மிருகத்தின் இலக்கத்தை புத்தியுடையவன் கணக்கு பார்க்க கடவன். அது மனுஷனுடைய இலக்கமாயிருக்கிறது. அதனுடைய இலக்கம் 666. இது மிருகத்தின் இலக்கத்திலே போய் முடிவடைகிறது. ഇത് മൃഗത്തിന്റെ സംഖ്യയിൽ ചെന്ന് അവസാനിക്കുന്നു. சுருக்கமாய் சொல்ல வேண்டுமானால் ചുരുങ്ങിയ വിധത്തിൽ പറഞ്ഞാൽ இன்றைக்கு வந்திருக்கிறதான AI டெக்னாலஜி ஆர்டிபிஷியல் இன்டெலிஜென்ஸ் ഇന്ന് വന്നിട്ടുള്ളതായ ആ കൃത്രിമ ബുദ്ധിയായ കാര്യങ്ങൾ இது ஒரு அந்தி கிறிஸ்துவுடைய ஆயுதமாய் இருக்கிறது. ഇത് ഒരു അന്തിക്രിസ്തുവിന്റെ ആയുധവുമാണ്. முழு உலகத்தையும் தன் கையகப்படுத்தும்படிக்கு இப்படிப்பட்டதான ஒரு முன்னேற்றமான அறிவுகளை அந்தி கிறிஸ்து கையில உபயோகிக்க ஆரம்பிக்கிறான். ഇന്ന് ലോകത്തെ മുഴുവനും തന്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ ഇങ്ങനെയുള്ള കൃത്രിമ ബുദ്ധികളാൽ ചില കാര്യങ്ങൾ പ്രയോഗിച്ച് അന്തിക്രിസ്തു തന്റെ കരങ്ങളിൽ കൊണ്ടുവെത്തിക്കുന്നു. നെറ്റ് ചിപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിக்கிறீர்களே. നെറ്റിനെ കുറിച്ചും ചിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഇതിന്റെ മുടിവ് என்ன? ഇതിന്റെ അവസാനം എന്താണ്? മനുകുലத்துக்கு வருகிற ദോഷം என்ன? മനുഷ്യകുലത്തിന് സംഭവിക്കുന്ന ദോഷം എന്താണ്? അവനുക്ക് പ്രൈവസി ഇല്ല, അവനുക്ക് തനിപ്പെട്ട സ്വാതന്ത്ര്യം ഇല്ല. വ്യക്തിപരമായി തന്റെ ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യവും അവനില്ല. ഒരു അടിമത്തനത്തുക്കുള്ളേ, ഒരു കട്ടുക്കുള്ളേ, ഒരു വലയ്ക്കുള്ളേ അവൻ അകപ്പെട്ടവനായി കാണപ്പെടുகிறான். ഒരു അടിമത്തത്തിന്റെ ഉള്ളിൽ, ഒരു ദാസത്വത്തിന്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു വലയിൽ പെട്ടവനായി അവൻ കാണപ്പെടുന്നു. മനുഷ്യന്റെ ജ്ഞാനത്തിൻ മുടിവ് ഇപ്പിടിതാൻ മുടിகிறது. മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ സമാപന സമയമെന്നത് ഇങ്ങനെയുള്ള അനുഭവത്തിലായി തീരുന്നു. അവന്റെ ബലത്തെ കുറിച്ച് നാം ചിന്തിപ്പോമാനാൽ, നാം ബലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോരുത്തനും പലവിധமான ബലം. ചിലർക്ക് മസിൽ ബലം, ശരീര ബലത്തിൽ ചിലർ ആശ്രയിക്கிறார்கள். ഇന്ന് ഓരോ വിധത്തിലും ഓരോരുത്തരും ഓരോ ബലത്തിൽ ആശ്രയിക്കുന്നു. ചിലർ ശരീരബലത്തിൽ, ചിലർ മസിൽ ബലത്തിലൊക്കെയും ആശ്രയിക്കുന്നു. ചിലർ പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ ബലത്തിൽ அதை விரும்புகிறார்கள். ചിലരോ രാഷ്ട്രീയമായ ബലത്തിൽ ആശ്രയിക്കുന്നു. நாடுகளை தேசங்களை எடுத்துக்கொண்டால் அவர்களுக்கெல்லாம் வெப்பன்ஸ் உண்டாக்க வேண்டும், அவர்கள் அதிகமான ஆயுதங்களை உண்டாக்க வேண்டும் தற்காப்புக்காக என்று சொல்லி தேசங்கள் நாடுகள் எல்லாம் போட்டி போட்டு வெப்பன்ஸ் ഉണ്ടാക്കുകയാர்கள். നാം പല രാജ്യങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ തങ്ങളുടെ സ്വയ സംരക്ഷണത്തിനായി ആയുധങ്ങൾ പലതും നിർമ്മിച്ചെടുക്കണമെന്ന് അതിനായി മത്സരിച്ച് ആയുധങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. അതിൻ മുടിവ് என்னவாயிருக்கிறது? എന്നാൽ ഇതിന്റെയൊക്കെയും അവസാനം എന്തായി തീരുന്നു? தினந்தோறும் நாம் கேட்டுக்கொண்டிருக்கிற யுத்தங்களும் யுத்தங்களின் செய்திகளும், നാം യുദ്ധത്തെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുന്നല്ലോ. ഇതൊക്കെയും ആയിരിക്കും അന്ത്യമായി തീരുന്നത്. ബലമായിരിக்கிற ഒരുവൻ ബലവീനனுക്കെതിരെ അവൻ എതിരാக പുറപ്പെടുகிறான். കലവരം കലാപങ്ങൾ എല്ലാം നടക്കുന്നത്. ബലവാനായി ജീവിക്കുന്ന ഒരുവനോ ബലഹീനനായ ഒരുവനോട് എതിർത്ത് യുദ്ധത്തിനായി പുറപ്പെട്ടു പോകുന്നു. ഇത് മുഖാന്തരം പലവിധമുള്ള കലാപങ്ങളും
യുദ്ധങ്ങളൊക്കെയും ഉണ്ടാകുന്നു. ஆகவே பராக்கிரமம் கூட கடைசியிலே ஒரு தீமையாக முடிகிறது. ഇപ്രകാരം തന്റേതായ ബലം അല്ലെങ്കിൽ വീര്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ അതും അവസാനം ഒരു നാശമായി തീരുന്നു. நீங்கள் ஐஸ்வரியத்தை பணத்தை எடுத்துக்கொள்ளுங்கள். നിങ്ങൾ ധനത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ அதில் மேல் ஆசை வைத்தவர்களாய் பணாசை உள்ளவர்களாய் மனிதர்கள் காணப்படுகிறார்கள். ഇന്ന് അതിലും ആഗ്രഹിച്ച് ദ്രവ്യാഗ്രഹമുള്ളവരായി മനുഷ്യൻ മാറ്റപ്പെടുന്നു. அநியாயமா எப்படி எல்லாம் சம்பாதிக்கிறார்கள், லஞ்சம் வாங்குகிறார்கள். അനീതിയായ വഴിയിലൊക്കെയും കാശ് സ്വരൂപിക്കുന്നു, ചിലർ കൈക്കൂലി പോലും വാങ്ങിക്കുന്നു, பணத்தை திருடுகிறார்கள், കാശ് മോഷ്ടിക്കുന്നു, டௌரி வாங்குகிறார்கள். അവർ സ്ത്രീധനമായി കാശ് വാങ്ങിക്കുന്നു. இனி கரப்ஷன் அலுமதி பலது நடந்து கொண்டிருக்கிறது. പല വിധത്തിലുള്ള അഴിമതികളും ഇന്ന് ദേശത്തിന്റെ മധ്യേ നടക്കുന്നു. பிளாக் மணி வைத்துக் கொண்டிருக்கிறார்கள். കറുപ്പ് പണങ്ങളൊക്കെയും സൂക്ഷിച്ചിട്ടുണ്ട്. பினாமிയുടെ പേരിൽ സ്വത്തുക്களை வைத்துக் கொள்ளுகிறார்கள். ബിനാമിയുടെ പേരിൽ പല വിധത്തിലുള്ള സ്വത്തുക്കളും സമ്പാദിക്കുന്നു. இப்படி ஒரு கூட்டர் அநியாயமாய் சம்பாதித்து கோடிகள் கோடி 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 கூட்டி கொண்டிருக்கிறார்கள். ஊரை விட்டு ஓடி போகிறார்கள். ഇങ്ങനെ ഒരു കൂട്ടം ജനം അനീതിയായി സ്വത്ത് നേടിയെടുത്തിട്ട് പിന്നെ ദേശത്ത് നിന്ന് ഓടി മറ്റൊരു സ്ഥലത്ത് പോയി വസിക്കുന്നു. பாவப்பட்ட ஏழையானவன் அன்றாட வேலை செய்கிறவன் இன்னும் கஷ்டப்பட்டு கொண்டு ஏழ்மை நிலவரத்தில் தான் காணப்பட்டு கொண்டிருக்கிறான். ദരിദ്രരും എളിയവരുമായി ജീവിക്കുന്ന ജനങ്ങളോ കൂലി ജോലിയൊക്കെയും ചെയ്ത് ദിനംപ്രതി തന്റെ ഉപജീവന മാർഗത്തിന് ആവശ്യമായത് നേടിയവർ ജീവിക്കുന്നു. ஆகவே மனிதனுக்குள்ளே சமத்துவம் காணப்படுகிறதில்லை. ആയതുകൊണ്ട് ഇന്ന് മനുഷ്യന്റെ മധ്യേ യാതൊരുവിധ സമത്വവും തുല്യതയും കാണപ്പെടുന്നില്ല. உண்மையான அனுபவம் இல்லை. ഒരു പരമാർത്ഥമായ അനുഭവം കാണുവാൻ സാധിക്കുന്നില്ല. സ്നേഹത്തെയും കാണുവാൻ സാധിക്കുന്നില്ല. சந்தோஷம் இல்லை, സന്തോഷവും ഇല്ല, சமாதானம் இல்லை. സമാധാനം എന്നതുമില്ല. ஆகவே தான் தேவன் சொல்லுகிறார், ആയതുകൊണ്ട് ദൈവം പറയുന്നു, இவைகளிலே நீங்கள் மேன்மை பாராட்டாதிருங்கள். ഈ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പ്രശംസിക്കരുത്. அப்படியானால் எதை மேன்மை பாராட்ட வேண்டும்? അങ്ങനെയാണെങ്കിൽ നാം എന്തിനെ കുറിച്ച് ഓർത്താണ് പ്രശംസിക്കേണ്ടത്? ஆண்டவர் சொல்லுகிறார், மேன்மை பாராட்டுகிறவன் பூமியிலே கிருபையையும் நியாயத்தையும் நீதியும் செய்கிற கர்த்தர் நான் என்று என்னை அறிந்து உணர்ந்திருக்கிறதை குறித்தே மேன்மை பாராட்ட கடவன். പ്രശംസിക്കുന്നവനോ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്ന എന്നിങ്ങനെ ഗ്രഹിക്കുന്നവൻ എന്നെ കുറിച്ച് തന്നെ പ്രശംസിക്കട്ടെ. ஒரு மனிதன் இந்த பூமியிலே மேன்மை பாராட்ட வேண்டுமானால் அது தேவனை குறித்து மாத்திரமே, கர்த்தரை குறித்து மாத்திரமே மேன்மை பாராட்ட வேண்டும். ഈ ഭൗമിക ലോകത്ത് ഒരു മനുഷ്യൻ പ്രശംസിക്കണമെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് പ്രശംസിക്കേണ്ടുന്നത്. ஏன் கர்த்தரை மேன்மை பாராட்ட வேண்டும்? എന്തുകൊണ്ട് കർത്താവിനെ കുറിച്ച് പ്രശംസിക്കണം? அவர் மனிதனுக்கு 3 காரியங்களை தருகிறார். അവൻ മനുഷ്യന്റെ ജീവിതത്തിൽ 3 അനുഭവങ്ങളെ നൽകുന്നു. 3 കാര്യത്തെ ഭൂമിയിലെ നടപ്പിக்கிறார். 3 വിധ കാര്യങ്ങളെ അവൻ ഭൂമിയുടെ മധ്യേ നിവർത്തിയാക്കുന്നു. 1 கிருபை, 1 കൃപ, 2 நியாயம், രണ്ടാമത് ന്യായം, 3 நீதி. മൂന്നാമതായി നീതി. இந்த 3ஐயும் செய்கிற கர்த்தரை மாத்திரமே ஒரு மனிதன் மேன்மை பாராட்ட வேண்டும். ഈ 3 പ്രവൃത്തികളും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഓർത്തു വേണം ഒരു മനുഷ്യൻ പ്രശംസിക്കുവാൻ. இந்த கிருபை என்று சொன்னால் என்ன? ഈ ദയ അല്ലെങ്കിൽ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? அயோக்கியனுக்கு, யோக்கியமில்லாத ஒருவனுக்கு காட்டப்படுகிற, இலவசமாய் காட்டப்படுகிற ஒரு தயை என்று அதை சொல்லுகிறார்கள். അയോഗ്യനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് നൽകപ്പെടുന്നതായ ഒരു ദാനം അല്ലെങ്കിൽ ഒരു സൗജന്യമായി നൽകപ്പെടുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ദയ അല്ലെങ്കിൽ കൃപ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. யார் இந்த அயோக்கியன்? ഈ അയോഗ്യൻ ആരാണ്? மனிதன் தான் இந்த அயோக்கியன். ഈ മനുഷ്യരാണ് ഈ അനീതിയുള്ളവൻ. அவன் உண்டாக்கப்படும் பொழுது அயோக்கியனாய் இருந்தானா? അവൻ സൃഷ്ടിക്കപ്പെട്ട ആദ്യ സമയത്ത് അവൻ ഒരു അനീതിയുള്ളവനായി കാണപ്പെട്ടുവോ? இல்லை. அவன் எல்லா ஆசீர்வாதங்களுக்கும் பாத்திரவானாய், யோக்கியனாய் காணப்பட்டான். സകലവിധ അനുഗ്രഹങ്ങളും യോഗ്യനായിട്ടത്രേ അവൻ ആദ്യം കാണപ്പെട്ടത്. ஆனால் தேவனுடைய வார்த்தைக்கு அவன் கீழ்ப்படியாமை காட்டின பொழுது, എന്നാൽ ദൈവത്തിന്റേതായ കൽപ്പനകൾ അവൻ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ, பாவம் மனிதனுக்குள் பிரவேசித்த பொழுது, പാപം മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ அவனுக்குண்டாயிருந்த எல்லா ஆசீர்வாதங்களையும் அவன் இழந்து போனான். ദൈവം അവന്റെ ജീവിതത്തിൽ നൽകിയ സകലവിധ അനുഗ്രഹങ്ങളെയും അവൻ നഷ്ടമാക്കി. ஆனபடினால் இன்றைக்கு அவன் தேவனிடத்தில் ஆசீர்வாதங்களை பெற்றுக்கொள்ளும்படி யோக்கியனானவன் அல்ல. ആയതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ മനുഷ്യന്റെ ജീവിതത്തിൽ യാതൊരുവിധ യോഗ്യതയും ഇല്ല. வேதாகமத்திலே ஒரு தகப்பனை குறித்து 2 மக்களை குறித்ததான் உவமையை நாம் அறிந்திருக்கிறோமே. ഒരു അപ്പനെയും 2 മക്കളെയും കുറിച്ചുള്ള ഒരു ഉപമയെ കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. இளைய மகன் தகப்பனிடத்தில் சொத்தை வாங்கி கொண்டு போய் எல்லாம் செலவழித்து விட்டான். ആ ഇളയ പുത്രനോ അപ്പന്റെ പക്കൽ നിന്ന് തന്റെ ഓഹരിയൊക്കെയും വാങ്ങിച്ച് ദൂരെ
പരദേശത്ത് പോയി സകലത്തെയും നഷ്ടമാക്കി. துன்மார்க்கமாய் செலவழித்தான். അവൻ ഒരു ദുഷ്ടനായി ജീവിച്ചു. பின்பு அவன் பல கஷ்டங்கள் சகிப்பட்டான். വീണ്ടും പല കഷ്ടതയും അവൻ സഹിക്കേണ്ടതായിട്ട് அவனுடைய വന്നു. புத்தி அவனுக்கு திரும்ப வந்தபோது അവന്റെ ജീവിതത്തിലേക്ക് സുബോധം മടങ്ങി വന്നപ്പോൾ தகப்பனாரிடத்தில் அவன் சொல்ல வந்த காரியம் என்ன? തന്റെ അപ്പന്റെ അടുക്കലേക്ക് വന്ന് താൻ പറയുവാൻ തീരുമാനിച്ചത് എന്താണ്? நம்முடைய மகன் என்று அழைக்கப்படுகிறதுக்கு நான் பாத்திரன் அல்ல. നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. என்னை ஒரு வேலைக்காரனை போல ஆகிலும் வைத்துக் கொள்ளும். നിന്റെ ദാസന്മാരിൽ ഒരുവനായി എന്നെ കണക്കാക്കണമേ. ஏதாயிலும் ஒண்ணு கூடும், அப்படி சாப்பிட்டுட்டு நான் அப்படி படுத்துட்டு போற, ஏதாயிலும் எனக்கு ஒண்ணு சகாயம் செய்யணுமே. നീ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്യണം, ഞാൻ ഭക്ഷണം കഴിച്ച ഒരു വശത്തായിരുന്നു കൊള്ളാം. அப்படிதான் அவன் கேட்க முடியும். അങ്ങനെ ചോദിക്കുവാനേ അവന് സാധിക്കുന്നുള്ളൂ. ஏனென்றால் நியாயமாய் அவன் சுதந்திரவாளியாய் காணப்பட்டான். എന്തുകൊണ്ടെന്നാൽ അവൻ ഒരു അവകാശിയായി കാണപ്പെട്ടു. அவன் அதெல்லாம் துன்மார்க்கமாய் ஜீவித்து அழித்து போட்டான். അവൻ ഒരു ദുഷ്ടനായി ജീവിച്ച് സകലത്തെയും നശിപ്പിച്ചു. இதுதான் மனிதனுடைய நிலவரம் கூட. ഇന്ന് മനുഷ്യന്റെ ജീവിത അവസ്ഥ ഇങ്ങനെയുള്ളതായി കാണപ്പെടുന്നു. தேவனிடத்தில் வாங்கின எல்லா ஆசீர்வாதங்களையும் அவன் இழந்தபடினால் ദൈവത്തിന്റെ പക്കൽ നിന്നും വാങ്ങിച്ച സകല അനുഗ്രഹങ്ങളെയും താൻ നഷ്ടമാക്കിയത് കൊണ്ട് நீ தைரியமாய் போய் ஆசீர்வாதங்களை கேட்க முடியாது. വീണ്ടും ധൈര്യത്തോട് അടുക്കു ചെന്ന് അനുഗ്രഹം ചോദിക്കുവാൻ അവന് സാധ്യമല്ല. ஏதாயிலும் பாவியாகின் மேல் கிருபையா இருக்கணுமே, தயவா இருக்கணுமே என்ற இரக்கத்தை தான் கேட்க முடியும். പാപിയായ എന്നോട് കരുണ കാണിക്കണമേ, ദയ കാണിക്കണമെന്ന് ദൈവത്തിന്റെ കരുണയ്ക്ക് മാത്രം അപേക്ഷിക്കുവാൻ. ஆனால் அந்த தகப்பன் என்ன செய்தார்? എന്നാൽ ആ അപ്പൻ ചെയ്തത് എന്താണ്? தன்னுடைய மகனை நேசித்தபடினால் തന്റെ മകനെ സ്നേഹിച്ചതുകൊണ്ട് அவனை சேர்த்து கொண்டு அணைத்து கொண்டு അവൻ ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് തന്റെ അടുക്കലേക്ക് വിളിച്ച് அவன் பழைய நிலவரங்களுக்கெல்லாம் மாற்றம் கொடுத்து അവന്റെ ആ ജീവിത അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരുത്തി. என் மகன் மரித்தான், இதோ உயிரோடு வந்திருக்கிறான். എന്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. மீண்டும் அவனை மகன் ஸ்தானத்தில் ஏற்றுக்கொண்டார். വീണ്ടും തന്റെ മകന്റെ സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരുന്നു. இதைத்தான் கிருபை என்று நாம் சொல்லுகிறோம். ഇതിനെ കുറിച്ചാണ് കൃപ എന്ന് നാം പറയുന്നത്. அயோக்கியமாக இருக்கிறவனுக்கு எல்லா நன்மைகளையும் அவன் மேல் வைத்த தயவினால் தாராளமாக தருகிறது. അയോഗ്യനായി കാണപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല നന്മകളെയും വളരെ സൗജന്യമായി ധാരാളമായി നൽകുന്ന അനുഭവം. தேவனுக்கு மகிமையுண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இன்னொரு விதத்தில் சொன்னால், മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ அயோக்கியமான ஒரு மனிதனுக்கு யோக்கியமான நன்மைகளின் தொகுப்பை தருகிறது தான் கிருபை. അയോഗ്യനായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യോഗ്യമായി കാണപ്പെടുന്ന നന്മയുടേതായ പൂർണ്ണ അംശങ്ങളെ നൽകുന്നതാണ് കൃപ എന്നത്. அந்த பாக்கெட்டுக்குள்ள எல்லாம் ஆசீர்வாதங்களும் இருக்கிறது. ആ പാക്കറ്റിനുള്ളിൽ സകല അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. எல்லாம் சேர்ந்த கிருபை, தனித்தனியாகவும் கிருபை. സകലവും ചേർന്നതും കൃപയാണ്. അത് തനിത്തനിയെ ഇരുന്നാലും അതും കൃപയാണ്. ஓ தேவன் ஆண்டவர் தருகிற ஞானம் அதை விட கிருபையாயிருக்கிறது. ദൈവം തരുന്നതായ പരിജ്ഞാനവും അത് ദൈവത്തിന്റെ കൃപയാണ്. அறிவு கிருபை, ആ പരിജ്ഞാനവും കൃപയാണ്. சரீர சுகமும் கிருபை, ശാരീരിക സൗഖ്യവും കൃപയാണ്. பலமும் கிருபை, ബലവും കൃപയാണ്. தாளந்து கிருபை, தாளந்துகள் கிருபை, താലന്തുകളും കൃപയാണ്. எல்லாம் கிருபை. സകലവും കൃപയാണ്. சந்தோஷமுள்ள தெய்வனுடைய சமூகத்தில் சந்தோஷமாயிருக்கிற கரங்களை உயர்த்தி ஒரு ஹல்லேலூயா சொல்லுவோம். ഹല്ലേലൂയ. தேவனுக்கு மகிமையுண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. எல்லாம் தேவன் நமக்கு தர ஆயத்தமாயிருக்கிறார். സകലവും ദൈവം നമുക്ക് തരുവാൻ ഒരുക്കമുള്ളവനായി அந்த கிருபை കാണപ്പെടുന്നു. என்கிறதான பாக்கெட்டை முழுவதுமாய் தர ஆயத்தமாயிருக்கிறார். കൃപ എന്നതായ പാക്കറ്റ് മുഴുവനുമായി നമ്മുടെ ജീവിതത്തിൽ തരുവാൻ അവൻ ഒരുക്കമുള്ളവനാണ്. அதற்காக ஒரு மனிதன் என்ன செய்ய வேண்டும்? അതിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്നത് എന്താണ്? ஒரே ஒரு காரியம், ഒരു കാര്യം മാത്രം. தாழ்மையாய் இருக்க வேண்டும். അവൻ താഴ്മയോടുകൂടെ ജീവിക്കണം. அது எல்லாராலும் முடிகிற காரியம் அல்ல. സകല മനുഷ്യരാലും അത് സാധ്യമായതല്ല. பாவம் மனிதனுக்குள் இருந்தால் தாழ்மையா இருக்க முடியாது. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അവന് താഴ്മയോട് ജീവിപ്പാൻ സാധ്യമല്ല. அப்படியானால் எப்படி இந்த தாழ்மையை பெற்றுக்கொள்கிறது? അങ്ങനെയാണെങ്കിൽ ഈ താഴ്മയെ തന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ എങ്ങനെ സാധ്യമാകും? அதை பெற்றுக்கொள்ளும்படியாக அவனுடைய கண்களை சிலுவைக்கு நேரே உயர்த்த வேண்டும். അത് തന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തന്റെ ദൃഷ്ടി ആ ക്രൂശിന് നേരായി താൻ ഉയർത്തണം. சிலுவையை நோக்கி பார்க்கும் பொழுது അവൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ அங்கு ஒருவர் தொங்கிக் கொண்டிருக்கிறார். അവിടെ ഒരുവൻ തൂങ്ങി നിൽക്കുന്നു. அவருடைய பெயர் தான் இயேசு கிறிஸ்து. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. ஏன் அவர் இங்கு தொங்கிக் கொண்டிருக்கிறார்? എന്തുകൊണ്ട് അവൻ ക്രൂശിൽ തൂങ്ങി നിൽക്കുന്നു? இவர் யார்? ഇവൻ ആരാണ്? இவர் தேவனாயிருந்தவர், ഇവൻ ദൈവമായിരുന്നു, அண்ட சராசரங்களை படைத்தவர், സകല ഭൂഖണ്ഡങ്ങളെയും സൃഷ്ടിച്ചവൻ, சகலமும் அவர் மூலமாயும் அவருக்கென்றும் உண்டாக்கப்பட்டது. സകലവും അവൻ മുഖാന്തരവും
സകലവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. அவர்தான் மனிதனை உண்டாக்கினார். അവൻ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. சர்வத்தையும் சிருஷ்டித்தவர். സർവത്തെയും സൃഷ്ടിച്ചവൻ. மனிதன் எல்லா ஆசீர்வாதங்களையும் இழந்து இருக்கிற இந்த கோலத்தை கண்டு அவன் மேலே இரக்கமுள்ளவராக இந்த பூமியிலே அவனுக்கு நன்மை செய்யும்படி மனிதனாக பிறந்தார். മനുഷ്യൻ തന്റെ ജീവിതത്തിൽ സകലവിധ അനുഗ്രഹങ്ങളെ നഷ്ടമായി താൻ ജീവിക്കുന്ന അനുഭവത്തെ കണ്ടപ്പോൾ വീണ്ടും അവനോട് കരുണ കാണിക്കുവാൻ സകല അനുഭവങ്ങളെയും വിട്ട് കർത്താവ് ഇഹലോകത്തേക്ക് കടന്നു വരുന്നു. தேவன் மனிதனானார், அதுதான் அவருடைய தாழ்மை. ദൈവം മനുഷ്യനായി തീർന്നു, അതാണ് അവന്റെ ജീവിതത്തിലെ താഴ്മ. இந்த பூமியிலே மனிதன் ஜீவிக்க வேண்டிய மார்க்கத்தை காட்டி ഈ ഭൗമിക ലോകത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന അനുഭവങ്ങളെ വെളിപ്പെടുത്തി முடிவாக അവസാനമായി மனிதன் செய்ததான பாவங்களுக்கு, മനുഷ്യൻ ചെയ്ത പാപപ്രവൃത്തികൾക്ക്, அவன் மேல் இருக்கிற சாபங்களுக்கு, അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ശാപങ്ങളൊക്കെ, அவனுடைய ஜீவிதத்தில் வந்த வியாதிகளுக்கு, അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെയും, பலவிதமான பிரச்சனைகளுக்கு സകല പ്രശ്നങ്ങളെയും பரிகாரம் உண்டாக்கும்படி അവൻ പൂർണ്ണമായി മാറ്റി പരിഹാരം വരുത്തുകയും எல்லாவற்றையும் தன்மேல சுமந்து கொண்டு സകലത്തെയും തന്റെ മേൽ വഹിക്കുകയും கல்வாரி சிலுவைக்கு அவர் சென்றார். അവൻ കാൽവരി ക്രൂശിലേക്ക് ചെന്നു. இதற்கெல்லாம் பரிகாரம் உண்டாகும்படி 3 ஆணிகளிலே அவர் அடிக்கப்பட்டவராய் தொங்கிக் கொண்டிருக்கிறார். സകലത്തിനും പരിഹാരം വരുത്തുവാൻ 3 ആണികളുടെ മധ്യേ അവൻ തൂങ്ങി നിൽക്കുന്നു. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. பழைய நாட்களிலே, பூர்வ நாட்களிலே பாவ பரிகாரத்துக்காக ஆடு மாடுகளை பலி செலுத்துவார்கள். പഴയ കാലഘട്ടങ്ങളിൽ പാപത്തിന്റെ പ്രായച്ചിത്തമായിട്ട് കന്നുകാലികളെ മറ്റും ആടിനെയൊക്കെ യാഗമർപ്പിക്കാറുണ്ട്. ரத்தம் சிந்துதல் இல்லாமல் பாவ மன்னிப்பு இல்லை. രക്തച്ചൊരിച്ചിലില്ലാതെ പാപക്ഷമതയുടെ ബോധം ഉണ്ടാകുകയില്ല. அந்த பாவ நிவர்த்திக்கு பேர் அட்டோன்மெண்ட் என்கிறதான ஒரு வார்த்தை, அதற்கு கிரேக்க பதம் பெராசிஸ் என்று சொல்லப்படுகிறது. അതിന്റേതായ പ്രായച്ചിത്തത്തിന് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ പെരാസിസ് എന്ന പേര് പറയപ്പെടുന്നു. இப்படிதான் பிராயச்சித்தம் பாவ நிவர்த்தி செய்யப்பட்டு கொண்டிருந்தது. ഇപ്രകാരമാണ് ആ പാപത്തിന്റെയൊക്കെ പ്രായച്ചിത്തമായി ചില കാര്യങ്ങൾ ചെയ്തു വന്നത്. இப்படி பாவ நிவர்த்தி செய்தவர்களுடைய பாவங்கள் எல்லாம் மூடப்பட்டது. ഇപ്രകാരം പ്രായച്ചിത്തം ചെയ്തവരുടെ പാപങ്ങളൊക്കെയും മറയ്ക്കപ്പെട്ടതായി കാണപ്പെട്ടു. அவர்களுடைய பாவங்களை ஆண்டவர் எண்ணாதிருக்கிறார். God winked at them. அதை எண்ணாதிருக்கிறார், நினைக்காமல் இருக்கிறார். ദൈവം പിന്നെ അവരുടെ പാപങ്ങളെ കുറിച്ച് ഓർക്കാതിരിക്കുന്നു. സംഗീതം 32:1-2 നാം அப்படி வாசிக்கிறோம். 32-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളിൽ നാം അങ്ങനെ വായിക്കുന്നു. இப்படிதான் காலங்கள் போய் கொண்டிருந்தது. ഇങ്ങനെയാണ് കാലങ്ങൾ കടന്നുപോയത്. ஆனால் இது மனிதனுக்கு பூர்ணமான ஒரு விடுதலையை தருகிறதில்லை. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും മനുഷ്യന്റെ ജീവിതത്തിൽ പൂർണ്ണമായ ഒരു വിടുതൽ നൽകുവാൻ സാധ്യമായില്ല. ஏனென்றால் இந்த மிருகங்கள், பலிமிருகங்கள் எல்லாம் மனப்பூர்வமாய் தங்களை கொடுக்கிறதில்லை. എന്തുകൊണ്ടെന്നാൽ ഈ യാഗമൃഗങ്ങളെയൊക്കെയും പൂർണ്ണ ഹൃദയത്തോടു കൂടിയല്ല തങ്ങൾ അവിടെ അർപ്പിച്ചത്. பாவங்கள் அந்த மிருகத்தின் மேலே சுமத்தப்படுகிறது. പാപങ്ങളൊക്കെയും ആ മൃഗത്തിന്റെ മേൽ ചുമത്തപ്പെടുന്നു. ஒரு தற்காலிக ஒரு பரிகாரம் தான் உண்டாகிறது. താൽക്കാലികമായ ഒരു പ്രായച്ചിത്തമാണ് അവിടെ ഉണ്ടാകുന്നത്. அங்கே ஒரு மூடி வைக்கப்படுகிறது. അവിടെ മറയ്ക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. ஆனால் இயேசு கிறிஸ்து என்ன செய்தார்? എന്നാൽ കർത്താവായ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? இந்த பாவங்கள் எல்லாம் கழுவப்படும்படியாக, സകല പാപങ്ങളും കഴുകപ്പെടുന്നതിന് വേണ്ടി மனப்பூர்வமாய் முழு மனுகுல பாவத்தையும் தன்மேலே ஏற்றுக்கொண்டார். അവൻ പൂർണ്ണ മനസ്സോടുകൂടെ സകല ഭൂസിമവാസികളായ മനുഷ്യരുടെ പാപങ്ങളെ തന്റെ മേൽ വഹിച്ചു. அதனாலதான் அந்த பலிக்கு பேர் ஹிலாஸ்மாஸ் என்று சொல்லப்படுகிறது. ആ യാഗത്തിന്റെ പേര് ഹിലാസ്മാസ് എന്ന് പറയപ്പെടുന്നു. propitiation இல்லாவிட்டால் கிருபாதார பலி என்றதை நாம் வாசிக்கிறோம். അതിനെക്കുറിച്ച് കൃപാദാന യാഗം എന്ന് നാം വായിക്കുന്നു. 1 யோவான் 2-ാം അധികാരം 2-ാം വചനത്തിലെ നാം அப்படி വാസിக்க முடியும். യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നു. வாசியுங்கள். நம்முடைய பாவங்களை நிவர்த்தி செய்கிற கிருபாதார பலி அவரே. நம்முடைய பாவங்களை நிவர்த்தி செய்கிற கிருபாதார பலி அவரே. நம்முடைய பாவங்களை மாத்திரமல்ல, நம்முடைய பாவங்களை மாத்திரம் அல்ல, சர்வலோகத்தின் பாவங்களையும் சர்வலோகத்தின் பாவங்களையும் நிவர்த்தி செய்கிற பலியாய் இருக்கிறார். நிவர்த்தி செய்கிற பலியாய் இருக்கிறார். கரங்களை உயர்த்தி சத்தமாய் ஹல்லேலூயா சொல்லுவோம். ഹല്ലേലൂയ. இந்த மாலை நேரத்தில் எங்களுடைய சத்தத்தை கண்டு கொண்டிருக்கிற நண்பரே, ഇന്ന് സന്ധ്യാവേളയിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സ്നേഹിത, உன் வாழ்க்கையில் நீ பாவத்தோடு இருப்பாயானால், നിന്റെ ജീവിതത്തിൽ പാപത്തോടു കൂടെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ, நான் ஒரு பாவி என்கிற குற்ற மனசாட்சியோடு நீ ஜீவித்துக் கொண்டிருப்பாய். ഞാനൊരു പാപിയാണെന്ന ഒരു കുറ്റ മനസാക്ഷിയോട് കൂടെ തന്നെ നീ ജീവിക്കും. பாவத்தோடு உனக்கு சாபமும் உண்டாயிருக்கும். പാപത്തോട് ചേർന്ന ശാപവും அதன் ഉണ്ടാകും. விளைவாய் இருக்கிறதான ரோகங்களும் உண்டாயிருக்கும். അതിനോട് ചേർന്ന രോഗങ്ങളും നിന്നിൽ ഉണ്ടാകും. ஆக மொத்தம் நீ ஒரு பிசாசனுடைய கட்டுக்குள்ளே காணப்படுவாய்.
പൊതുവെ പറഞ്ഞാൽ ഒരു പൈശാചിക ബന്ധനത്തിൽ നീ കാണപ്പെടുന്നു. இந்த உலகத்தில் ஒரு மனிதனாயிலும் அப்படி இருக்கக்கூடாது என்கிற நோக்கத்தோடு கூட ഈ ഭൗമിക ലോകത്ത് ഒരു മനുഷ്യനും ഇങ്ങനെയുള്ള ഒരു അനുഭവത്തോട് ജീവിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടെ கிருபை நிறைந்தவராய் பூமியில வெளிப்பட்ட இயேசு கிறிஸ்து കൃപാലുവായ ഈ ഭൗമിക ലോകത്തേക്ക് കടന്നു വന്നതായ കർത്താവായ യേശു இந்த ക്രിസ്തു பூமியிலே கிருபையாய் மனிதனிடத்தில் பேசினவர், ഈ ഭൗമിക ലോകത്തും കൃപയായി മനുഷ്യനോട് அந்த സംസാരിച്ചത് முழு கிருபையும் நிறைந்ததான தேவன் கல்வாரி சிலுவைக்கு சென்றார். ആ കൃപയുടെ പൂർണ്ണവാനായ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലേക്ക് പോയി. அவர்தான் அந்த கிருபையின் பலியாக தன்னைத்தான் ஒப்பு கொடுத்தார். അവൻ ഒരു കൃപാധാരയാഗമായി തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തു. இப்படி அவர் பலியாய் அவர் தன்னை ஒப்பு கொடுத்த போது, ഇപ്പോൾ തന്നെ ഒരു യാഗമായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, அவர் சிலுவையில் அறையப்பட்ட போது, അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ அவரது ரத்தம் அவரது சரீரத்தில் பாய்ந்தோடி வருகிறது. ആ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകി വരുന്നു. அந்த ரத்தம் அனுகூல பாவத்தை கழுவுறதுக்கு வல்லமையுள்ளதுமாய் காணப்படுகிறது. ആ രക്തം എന്നത് സകല മനുഷ്യന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ശക്തിയുള്ളതായി കാണപ്പെടുന്നു. சிலுவையில் இயேசு ஜீவனை விட்டாரே, ആ കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവനെ വെടിഞ്ഞല്ലോ. மரணத்தை ருசி பார்த்தாரே, അവൻ മരണത്തെ ആസ്വദിച്ചറിഞ്ഞല്ലോ. அந்த மரணத்தை அவர் ருசி பார்த்ததின் முகாந்தரமாக ആ മരണത്തെ താൻ ആസ്വദിച്ചറിഞ്ഞത് മുഖാന്തരം பாவத்திலும் அக்கிரமத்திலும் மரித்ததான மனிதன் ஜீவனை பெற்றுக் கொள்ளுகிறான். പാപത്തിലും അതിക്രമത്തിലും മരിച്ച മനുഷ്യനോ കൃപയാൽ ജീവനെ പ്രാപിക്കുന്നു. ஆகவேதான் அந்த பலிக்கு கிருபாதார பலி என்று பெயராயிருக்கிறது. ആയതുകൊണ്ട് ആ യാഗത്തിന് കൃപാധാര യാഗം എന്ന് പറയപ്പെടുന്നു. இந்த ராத்திரி நேரத்தில் என்னை கேட்டுக்கொண்டிருக்கிற அருமையானவர்களே, ഈ രാത്രി സമയം എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, இந்த பூமியில நீங்கள் பல காரியங்களை முக்கியப்படுத்திக் கொண்டிருக்கலாம். ഈ ഭൗമിക ലോകത്ത് പല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകിയേക്കാം. ஆனால் தேவன் முக்கியப்படுத்துகிற காரியத்தை நாங்கள் உங்களுக்கு சொல்லிக் கொண்டிருக்கிறோம். എന്നാൽ നമ്മുടെ കർത്താവ് പ്രാധാന്യം നൽകുന്ന അനുഭവങ്ങളെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. நீ நல்ல படித்தாளா இருக்கலாம், നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരുന്നേക്കാം, நல்ல ஐஸ்வர்யவானா இருக்கலாம், അല്ലെങ്കിൽ ധനവാന്മാരായിരുന്നേക്കാം, நல்ல மோட்டவான ஆளா இருக்கலாம். അല്ലെങ്കിൽ നല്ല സാമർഥ്യമുള്ളവരായി കാണപ്പെട്ടേക്കാം. நமக்குள்ள பாவம் இருந்தால் என்ன பிரயோஜனம்? നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്ത് இந்த നേട്ടമാണുള്ളത്? பாவத்தின் பலனாகிய மரணத்தை தான் நீ சந்திக்க வேண்டியதாக இருக்கும். ഈ പാപത്തിന്റെ അനന്തര ഫലമായി മരണം തന്നെ നിന്നെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. என்றென்றைக்குமாய் நீ தேவனை விட்டு பரலோகத்தை விட்டு பிரிந்து எரி நரகத்துக்கு போய் விடுவாயே. നിത്യകാലമായിട്ടും ദൈവത്തിൽ നിന്ന് അകന്ന് നീ ആ നിത്യാഗ്നിയിൽ പ്രവേശിക്കേണ്ടതായിട്ട് വരുമല്ലോ. அப்படி ஒருவருக்கும் சம்பவிக்க கூடாது என்பதற்காக ഇങ്ങനെയുള്ള അനുഭവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന അടിസ്ഥാനത്തിൽ நமக்கு வர வேண்டிய தண்டனையை, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശിക്ഷാവിധി நான் ஒவ்வொருவரும் செய்த பாவங்களின் தண்டனையை இயேசு கிறிஸ்து ஏற்றுக்கொண்டார். നാം ഓരോരുത്തരും ചെയ്തതായ പാപത്തിന്റെ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു തന്റെ മേൽ വഹിച്ചു. நீங்கள் இந்த ராத்திரி நேரத்தில் அந்த சிலுவை நோக்கி பார்ப்பீர்கள், ஆனால் ഇന്ന് രാത്രി സമയം ആ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ குற்றமில்லாத பரிசுத்தரான தேவன் குற்றவாளியை போல தொங்குகிறதை காணும் பொழுது உடனே நம்முடைய ஹிருதயம் தாழ்மைப்படும். നിർമ്മലനും നിർദോഷിയുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു തെറ്റുകാരനെ പോലെ ക്രൂശിൽ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയമൊക്കെയും ഉരുകിപ്പോകും. அந்த தாழ்மையான இருதயத்திலே ஆண்டவரிடத்தில் நமக்கு ஜெபிக்கலாம். ആ താഴ്മയായ ഹൃദയത്തിനായിട്ട് നമ്മുടെ കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. இந்த இருதயம் தாழ்மையாய் நம்முடைய இருதயம் நம்மை தாழ்த்தும் பொழுது, നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഹൃദയത്തെ താഴ്ത്തുമ്പോൾ ஆண்டவருடைய அந்த கிருபையின் நதி, அந்த கல்வாரியிலிருந்து பாய்ந்தொழுகி வருகிறதான அந்த ரத்தம், அந்த கிருபையின் நதி നമ്മുടെ பக்கமாய் அது ஓடி வரும். ആ കാൽവരി ക്രൂശിൽ നിന്ന് ഒഴുകി വരുന്നതായ കൃപയുടെ നദിയാകുന്ന ആ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. பாருங்க, மழை வந்த உடனே தாழ்வான இடத்துல எல்லாம் தண்ணி தேங்கி நிற்கிறது இல்லையா? മഴ പെയ്യുമ്പോൾ തന്നെ താഴ്വരയായ സ്ഥലത്തൊക്കെയും വെള്ളം കെട്ടിക്കിടക്കുന്നല്ലോ. അതുപോലെ யாரெல்லாம் உங்களை தாழ்த்துகிறீர்களோ அவர்களுக்கு நேரே கிருபை பாய்ந்து ஒழுகி வரும். അതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ തങ്ങളെ താഴ്ത്തുന്നുവോ അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകി அந்த വരുന്നു. கிருபை உங்களை கழுவும், ആ കൃപ നിങ്ങളെ കഴുകുന്നു. அது உங்களை பரிசுத்தமாக்கும், ആ കൃപ നിങ്ങളെ உங்கள் വിശുദ്ധീകരിക്കുന്നു. பாவங்களை மன்னிக்கும், നിങ്ങളുടെ പാപങ്ങളൊക്കെയും ക്ഷമിക്കുന്നു. நீங்கள் மீட்கப்படுவீர்கள், നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു. நீங்கள் நீதிமான்களாக்கப்படுவீர்கள். നിങ്ങൾ നീതിമാന്മാരായി തീരും. அந்த கிருபையினாலே இப்பொழுது நீதிமான்களாய் ஆலயத்துக்குள் பிரவேசிப்பீர்கள். ആ കൃപയാൽ നിങ്ങൾ നീതിമാന്മാരാക്കപ്പെട്ട ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കും. பயபக்தியோடு அவரை ஆராதிக்க முடியும். വളരെ ഭയഭക്തിയോട് ദൈവത്തെ ആരാധിക്കുവാൻ கர்த்தருடைய കഴിയും. ஆலயத்திலே பச்சையான ஒலிவ மரமோடு நாட்டப்பட முடியும். ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് വൃക്ഷം പോലെ മാറ്റപ്പെടും. உங்களுடைய குறைவுகள் பலவீனங்களில் கிருபை உங்களுக்கு பலம் தரும். നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ബലഹീനതകളും മാറ്റി ദൈവം നിങ്ങളെ அது ബലപ്പെടുത്തുന്നു. உங்களை பாதுகாக்கும்.
അത് നിങ്ങളെ സംരക്ഷിക്കുന്നു. ஒரு நிமிடம் அந்த கிருபையை நாம் கேட்போமா? ഒരു മിനിറ്റ് ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. கண்கள் மூடினவர்களாக தேவ சமூகத்தில் யாரெல்லாம் உங்களை தாழ்த்த விரும்புகிறீர்களோ இந்த நிமிஷமே கிருபை உங்களை சந்திக்க போகிறது. നിങ്ങൾ കണ്ണുകൾ അടച്ച ദൈവസന്നിധിയിൽ നിങ്ങളെ താഴ്ത്തുവാൻ ആരംഭിക്കുന്നു. നിങ്ങൾ ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരുടെ ജീവിതത്തിലേക്ക് കൃപ ഒഴുകി വരുവാൻ ஒரே ஒரு வார்த்தை மாத்திரம்தான். ഒരു വാക്ക് മാത്രമാണ്. கர்த்தாவே நீர் எனக்காக மரித்தீர். കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു. நீர் பெரியவராயிருந்தீர். കർത്താവേ നീ വലിയവനായിരുന്നു. எனக்காய் சிறியவராய் மாறினீர். എനിക്ക് വേണ്ടി നീ എളിയവനായി തീർന്നല്ലോ. ஓ உம்மை நான் நோக்கி பார்க்கிறேன். കർത്താവേ അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ நான் നോക്കുന്നു. என்னை தாழ்த்துகிறேன். ഞാൻ എന്നെ താഴ്ത്തുന്നു. பாவியாய் என் மேல் கிருபையாயிரும். പാപിയായ എന്നോട് കരുണ பாவியாய் കാണിക്കണമേ. என் மேல் கிருபையாயிரும். പാപിയായ എന്നോട് കരുണ எத்தனை കാണിക്കണമേ. பேர் அப்படி சொல்ல விரும்புகிறீர்கள்? നിങ്ങൾ എത്ര പേർ അങ്ങനെ പറയുവാൻ எங்கள் ആഗ്രഹിക്കുന്നു? சத்தத்தை கேட்டுக்கொண்டிருக்கிற நீங்கள் எங்கு நின்று கொண்டிருந்தாலும் சரி, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് നിങ്ങൾ ഏത് സ്ഥലത്തായിരുന്നാൽ கிருபைக்காய் கூட கரங்களை உயர்த்துவீர்களானால் കൃപയ്ക്കായിട്ട് നിങ്ങളെ കൈകളെ ഉയർത്തിയാൽ இந்த ராத்திரி கர்த்தருடைய கிருபையினால் நீங்கள் நிரப்பப்படுவீர்கள். ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ നിങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കപ്പെടുന്നു. பாவியாகல நீங்கள் நீதிமான்களாய் மாற்றப்படுவீர்கள். നിങ്ങൾ പാപികളായിട്ടല്ല നീതിമാന്മാരായി തീരും. കാൽവരിയിൽ ഒഴുകിടുന്നവൻ കടല് പോലമേറുന്ന കൃപമതി 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 എനിക്ക് കൃപമതി 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 എനിക്ക് കാൽവരിയിൽ கிருபை தேவைப்படுகிறவர்கள் பாடுங்கள், சேர்ந்து பாடுங்கள். கிருபமதி எனக்கு ஓ கிருபமதி 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 எனக்கு ஓ கால்வரி ஒளிரும் கடல் போலமேறும் கிருபமதி 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 எனக்கு கிருபமதி 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 ஹல்லேலூயா. கால்வரியில் நீ ஒழுகிடும் கடல் போலமேறும் கிருபை கிருபை கிருபையானது கிருபமதி எனக்கு கிருபமதி 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 எனக்கு கால்வரியில் நீ ஒழுகிடும் கடல் போலமேறும் கிருபமதி 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 எனக்கு கிருபமதி 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 எனக்கு ஹல்லேலூயா. கிருபமதி கிருபமதி எனக்கு ஹல்லேலூயா. கிருபமதி கிருபமதி எனக்கு கிருபா 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 கிருபையால் கிருபையால் பாவங்கள் மன்னிக்கணுமே, கழுகணுமே, நீதிமான்களாக்கணுமே. ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா. ഹല്ലേലൂയ. மேன்மை பாராட்டுகிறவன் பூமியிலே கிருபையையும் நியாயத்தையும் நீதியையும் செய்கிற கர்த்தர் நான் என்று என்னை அறிந்துணர்ந்திருக்கிறதை குறித்தே மேன்மை பாராட்ட கடவன். പ്രശംസിക്കുന്നവൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നവൻ എന്നിങ്ങനെ ഞാനടന്നറിഞ്ഞ് എന്നെ കുറിച്ച് പ്രശംസിക്കട്ടെ. நியாயத்தை குறித்து நாம் மேன்மை பாராட்ட வேண்டும். ന്യായത്തെ കുറിച്ച് നാം പ്രശംസിക്കണം. நியாயம் என்று சொன்னால் என்ன? ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? மனிதன் சரியாக நேராக ஜீவிக்கும்படி அவனுக்கு தேவன் வகுத்து கொடுத்த பிரமாணம் தான் நியாயம். മനുഷ്യൻ നേരുള്ളവനായി ഒരു പരമാർത്ഥ ഹൃദയത്തോട് ജീവിക്കുവാനായി ദൈവം അവന് നൽകിയതായ ഒരു പ്രമാണമാണ് ന്യായം. இஸ்ரவேல் ஜனங்களுக்காக ஆண்டவர் 10 கற்பலகைகள் எழுதி தந்தார். ഇസ്രായേൽ ജനങ്ങൾക്ക് 10 കൽപ്പനകളെ കൽപ്പലകകളിൽ എഴുതി ദൈവം നൽകി. மாத்திரமல்ல, அவங்களுடைய வாழ்க்கையிலே ஓரொரு காரியம் என்ன காரியங்கள் எப்படி செய்ய வேண்டும் எல்லாமே പ്രമാണமாக എഴുതി കൊടുത്താർ. അതുമാത്രമല്ല അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രവൃത്തികൾ അവരെങ്ങനെ ചെയ്യണം എന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒരു പ്രമാണമായി തന്നെ ദൈവം അവർക്ക് രേഖപ്പെടുത്തി നൽകി. சிலர் அதை மீறுதல் செய்தார்கள். എന്നാൽ ചിലർ ഇതിനെ ലംഘിക്കുവാൻ ഇടയായി. சிலர் அதை எழுத்தின்படி பின்பற்றினார்கள். ചിലർ അക്ഷരാർത്ഥത്തിൽ മാത്രം അതിനെ അനുഗമിക്കുന്നവരായി കാണപ്പെട്ടു. அதனுடைய உண்மையான அர்த்தம் விளங்காமலும் பலர் செய்தார்கள். ചിലരോ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയാതെ ആ വിധത്തിൽ ജീവിച്ചു. இன்றைக்கும் அப்படிதான் செய்து கொண்டிருக்கிறார்கள். ഈ നാളുകളിലും അങ്ങനെ തന്നെ ജീവിക്കുന്നു. உதாரணமாக நியாயப்பிரமாணத்தை எல்லாம் எழுதி அதை உன் நெற்றியிலே உன்னுடைய 2 கண்களுக்கு நடுவே வைக்க வேண்டும் என்று சொன்னதை இன்றைக்கு யூதன் என்ன செய்கிறான்? ஒரு ചെറിയ ഒരു അക്ഷരமாக എഴുതി പുസ്തകമായി എഴുതി அதை வைத்து ഒരു നൂലിൽ இப்படி കട്ടിക്കൊണ്ടവൻ നടക്കരാൻ. ഉദാഹരണമായി ന്യായപ്രമാണത്തിലെ എഴുതി നിങ്ങളുടെ 2 കണ്ണുകളുടെ മധ്യേ വെക്കണമെന്ന് പറയപ്പെടുന്നു. ഇതിനെക്കുറിച്ച് യഹൂദന്മാരോ അത് ചെറുതായിട്ട് ചെറിയ ഇതിൽ രേഖപ്പെടുത്തി അവർ നെറ്റിയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നു. അതെല്ലാം ഉൻ മനതിലവൈ என்றுதான் அதனுடைய ஞான அர்த்தமாய் இருக்கிறது. ഇതൊക്കെ നിന്റെ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമാണ് അതിന്റെ അർത്ഥം.
ஆனபடினால் இயேசு கிறிஸ்து இந்த பூமியில் வந்த பொழுது കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തേക്ക് വന്നപ്പോൾ அவர் கிருபையை தந்து மனிதனை விடுதலையாக்குகிறது மாத்திரமல்ல, അവൻ കൃപയെ തന്ന മനുഷ്യന് ഒരു വിടുതൽ നൽകുന്നത് മാത്രമല്ല, பாவியாயிருக்கிறவனை நீதிமானாய் மாற்றுகிறது மாத்திரமல்ல, പാപിയായി ജീവിക്കുന്ന ഒരുവനെ നീതിമാന്മാരായി തീർക്കുന്നത് മാത്രമല്ല, அவன் நேருள்ளவனாய் ஒரு நியாயமான சரியான வாழ்க்கை அவன் எப்படி செய்ய வேண்டும் என்று போதிக்கும்படியாக வந்தார். അവൻ നേരുള്ളവനായി ഒരു പരമാർത്ഥ ഹൃദയമുള്ള ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന അനുഭവത്തെ കുറിച്ച് അവൻ പഠിപ്പിക്കുവാനായി വരുന്നു. அதைத்தான் இயேசு சொல்லுகிறார். மத்தேயு சுவிசேஷம் 5ஆம் அதிகாரம் 17ஆம் வசனத்தை வாசிக்கும் பொழுது, മത്തയി എഴുതിയ സുവിശേഷം 5:17 വായിക്കുമ്പോൾ, நியாயப்பிரமாணத்தை ஆனாலும் தீர்க்க தரிசனங்களை ஆனாலும் அழிக்கிறதுக்கு வந்தேன் என்று எண்ணிக்கொள்ளாதேயுங்கள். ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതായിട്ട് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. அழிக்கிறதற்கல்ல, நிறைவேற்றுகிறதற்கே வந்தேன். നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ஆகவேதான் ஏசாயாவின் தீர்க்கதரிசன புத்தகம் 42ஆம் அதிகாரத்தை நாம் கவனிக்கும் பொழுது, യെശയ്യാ പ്രവചന പുസ്തകം 42-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, முதல் 4 வசனத்தை படிக்கிற நேரத்திலே ആദ്യത്തെ 4 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, அவர் புறஜாதிகளுக்கு நியாயத்தை வெளிப்படுத்துவார் என்று 1ஆம் வசனத்தின் கடைசியில் எழுதப்பட்டிருக்கிறது. 1-ാം വാക്യത്തിന്റെ അവസാനം ജാതികളോട് ന്യായം പ്രസ്താവിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 4ஆம் வசனத்தின் தொடக்கத்தில் அவர் நியாயத்தை பூமியிலே நிலைப்படுத்தும் மட்டும் இலகரிப்பதும் இல்லை, பதறுவதும் இல்லை, அவருடைய வேதத்துக்கு தீவுகள் காத்திருக்கும் என்று வாசிக்கிறோம். 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല എന്ന് നാം വായിച്ചറിയുന്നു. என்ன இந்த நியாயம்? എന്താണ് ഈ ന്യായം? மனிதன் சரியாய் ஜீவிக்கும்படியான அவனுக்கு சொல்லி தரப்பட வேண்டிய முறைமைகள். മനുഷ്യൻ നേരുള്ളവനായി ജീവിക്കുവാൻ അവനെ പഠിപ്പിക്കേണ്ടുന്നതായ ചില നിയമങ്ങൾ. ஒரு சாதா ஒரு மனிதன் எடுத்துக்கொண்டால் அடிப்படையாய் அவனுக்கு சில தேவைகள் உண்டு. സാധാരണമായ ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ചില ആവശ്യങ്ങൾ കാണപ്പെടുന്നു. ஆகாரம் வேண்டும், ആഹാരം ആവശ്യമാണ്, வஸ்திரம் வேண்டும், വസ്ത്രം அது ആവശ്യമാണ്, எல்லாருக்கும் கிடைக்க வேண்டும், அது நியாயம். എല്ലാവരുടെ ജീവിതത്തിലും അത് ആവശ്യമാണ്, ന്യായമായ കാര്യവുമാണ്. அது பலருக்கும் இல்லை, എന്നാൽ ഇന്ന് പലർക്കും അതില്ല, எழுத்தின்படியாகவே இல்லை, അക്ഷരാർത്ഥത്തിലും ഇല്ല. இயேசு அதை குறித்து பேசினார். കർത്താവായ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് തിരുവായി മൊഴിഞ്ഞിരുന്നു. இன்றைக்கு எத்தனை பேர் அதை குறித்து யோசிக்கிறார்கள்? ഇന്ന് എത്ര പേർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു? எத்தனையோ தலைவர்கள் பூமியில் வந்தார்கள். എത്രയോ നേതാക്കന്മാർ ഈ ഭൂമിയിൽ ஒரு ഉണ്ടായിരുന്നു. தனி மனிதனுடைய உணவு ஆகாரம் இல்லாமல் அவன் பசியாய் துடிக்கிறான் என்று அவனுக்காய் பதறியவர்கள், அவனுக்காய் வேதனைப்பட்டவர்கள் எத்தனை பேர் உண்டு? വ്യക്തിപരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ അവൻ കഷ്ടപ്പെടുന്നുവെന്ന് അവനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചതായ എത്ര നേതാക്കന്മാരുണ്ട്. லூக்கா சுவிசேஷம் 3ஆம் அதிகாரம் 8-11 வசனங்களை வாசிக்கும் பொழுது, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-11 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, மனம் திரும்புதலுக்கேற்ற கனிகள் என்று நாம் அவைகளை படிக்கிறோம். മാനസാന്തരത്തിന് തക്കതായ ഫലങ്ങൾ എന്ന് നാം വായിക്കുന്നു. ஒருவன் பாவத்தை விட்டு தேவன் பக்கமாய் திரும்பினால், ഒരു മനുഷ്യൻ പാപത്തെ വിട്ട് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുമ്പോൾ, ஒரு நீதிமானாய் மாறினால், അവൻ ഒരു നീതിമാനായി തീരുമ്പോൾ, அவன் செய்ய வேண்டிய முதல் காரியம் என்ன? അവൻ ചെയ്യേണ്ടുന്ന ആദ്യത്തെ പ്രവൃത്തി എന്താണ്? ஆகாரம் இல்லாதவனை கண்டால் ஆகாரம் கொடுக்க வேண்டும். ആഹാരമില്ലാത്തവനെ കണ്ടാൽ ആഹാരം കൊടുക്കണം. 2 அங்கி உள்ளவன் அங்கி இல்லாதவன் வஸ்திரம் இல்லாதவனை காண்போல் வஸ்திரம் கொடுக்க வேண்டும். 2 വസ്ത്രമുള്ളവൻ വസ്ത്രമില്ലാത്ത ഒരുവൻ അത് കൊടുക്കണം. இயேசு இந்த நியாயமான காரியங்களை பூமியிலே போதிக்கும்படியாக வந்தார். കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെയുള്ള ന്യായമായ അനുഭവങ്ങളെ കുറിച്ച് ഭൂമിയുടെ മധ്യേ ഉപദേശിക്കുവാനായി വന്നു. மனுஷனுடைய புத்தி அந்தகாரப்பட்டிருக்கிறபடினால் நியாயமாய் ஜீவிக்க அவனுக்கு தெரிகிறதில்லை, அவனுக்கு சொல்லிக் கொடுக்கவும் ஆள் இல்லை. മനുഷ്യന്റെ ബുദ്ധിയൊക്കെയും ഇന്ന് ഇരുളടഞ്ഞതായി കാണപ്പെടുന്നത് കൊണ്ട് ന്യായമായ പ്രവൃത്തിയെ കുറിച്ച് അവനോട് ഉപദേശിപ്പാനോ നല്ലത് ഇന്നതാണെന്ന് അവനോട് പറഞ്ഞു പഠിപ്പിപ്പാനോ ആരും തന്നെ ഇല്ല. எத்தனையோ காரியங்களை இயேசு சொல்லிக் கொடுத்தார். എത്രയോ അനുഭവങ്ങളെ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞിരുന്നു. 1-2 காரியங்களை நாங்கள் சொல்லுகிறோம். 1-2 കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയാം. சகோதர சிநேகத்தை குறித்து அவர் சொல்லிக் கொடுத்தார். സഹോദര സ്നേഹത്തെ കുറിച്ചും താൻ പ്രസംഗിച്ചിരുന്നു. இன்னைக்கு ஒருத்தருக்கு ஒரு விசுவாசம் இருக்கிறது. ഇന്ന് ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ വിശ്വാസമുണ്ട്. தங்கள் தெய்வங்களை ஆராதிக்க போகிறார்கள். തങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുവാനായി പോകുന്നു. இயேசு சொன்னார், കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിയുന്നു, நீ பலி செலுத்த நீ போகும் பொழுது, നിന്റെ ദൈവത്തിന് നീ വഴിപാട് അർപ്പിക്കുവാൻ പോകുമ്പോൾ, உனக்கும் சகோதரனுக்கு உண்மையில் யாதொரு குறைவு உண்டென்று மனஸ்தாபம் உண்டு நீ அறிந்தால், നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയാൽ,
நீ உன்னுடைய பலிப்பொருள் அங்க வைத்து விட்டு போய் ஒப்புரவாகி விட்டு வந்து நீ பலி செலுத்து. നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് ആദ്യം ചെന്ന് സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിട്ട് വീണ്ടും മടങ്ങി വന്ന് വഴിപാട് അർപ്പിച്ചു കൊള്ളണം. ஒரு குடும்பத்தில் ஒரு அப்பா இருக்கிறார், 2 பிள்ளைகள் இருக்கிறார் என்று வைத்துக் கொள்ளுங்கள். ഒരു കുടുംബത്തിൽ ഒരു അപ്പനും 2 മക്കളും ഉണ്ടെന്ന് വെക്കാം. ஒரு மூத்த மகனுக்கு தகப்பனோடு பயங்கர சிநேகம். മൂത്ത മകൻ അപ്പനോട് വലിയ സ്നേഹമാണ്. எல்லா நன்மைகளும் சம்பாத்தியங்களும் லாபங்களும் எல்லாம் கொண்டு அப்பா கிட்ட கொடுப்பான். താൻ അധ്വാനിക്കുന്ന സകല അധ്വാന ഫലങ്ങളും അതിന്റെ ലാഭവും ഒക്കെയും കൊണ്ട് അപ്പന്റെ കയ്യിൽ കൊടുക്കുന്നു. ஆனா இவனோட ஒரு பிரச்சனை, அவனுடைய தம்பி இடத்துல இவன் பேச மாட்டான். എന്നാൽ ഇവന്റെ ജീവിതത്തിൽ ഒരു സ്വഭാവമുണ്ട്, തന്റെ ഇളയ സഹോദരനോട് താൻ സംസാരിക്കാറില്ല. அப்பாவுக்கு சந்தோஷமா இருக்குமா? അപ്പന് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുമോ? பையன் சம்பாதிக்கிறதெல்லாம் எனக்கு வந்து கொடுத்துட்டான், நல்ல பையன் சொல்லி സന്തോഷപ്പെടുവാരാ? എന്റെ മകൻ നന്നായിട്ട് അധ്വാനിച്ച് അതിന്റെ അധ്വാന ഫലമൊക്കെയും എന്റെ കയ്യിൽ നൽകുന്നുവെന്ന് അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുമോ? ஒருவேளை சொல்லாவிட்டாலும் இருதயத்தினாலத்திலே தம்பிகிட்ட பேச, இன்னொரு பையன்கிட்ட பேச மாட்டேங்கிறானே, 2 பேரும் ஐக்கியமா சந்தோஷமா இருந்தா தானே அப்பனுடைய ஹிருதயம் சந்தோஷமா இருக்கும் என்று அவர் உள்ள வேதனைப்பட்டு கொண்டிருப்பார். ഒരുപക്ഷേ ഈ കാര്യത്തെ കുറിച്ച് തുറന്നു പറയാതിരുന്നാലും ഇളയ സഹോദരനോട് നീ സംസാരിക്കത്തില്ലല്ലോ, 2 പേർക്കും തമ്മിൽ യാതൊരു ഐക്യവുമില്ലല്ലോ, ഈ കാര്യത്തെ കുറിച്ച് ഓർത്ത് അപ്പൻ എപ്പോഴും ദുഃഖപ്പെടാറുണ്ട്. യേശു സഹോദരരുടെ അൻപை குறித்து ஐக்கியத்தை குறித்து அவர் பேசினார். നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഹോദര സ്നേഹത്തെ കുറിച്ചും ആ കൂട്ടായ്മയുടെ അനുഭവത്തെ കുറിച്ചും താൻ ஏதாவது ஒரு பக்கல யாராவது தவறு செய்திருக்கலாம், நீ அதை மன்னித்து ஏற்றுக்கொள், நிரப்பாய்க்கொள், சேர்ந்துகொள், ஐக்கியமாயிரு, அப்பொழுது மாத்திரம் நான் சந்தோஷப்படுவேன், உன்னுடைய வழிபாடில் நானும் சந்தோஷப்படுவேன். ഒരുപക്ഷെ അവർ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, നീ അത് ക്ഷമിച്ചിട്ട് അവരോട് നിരപ്പ് പ്രാപിച്ച് അവരോട് കൂട്ടായ്മയോടും ഐക്യതയോടും നീ കാണപ്പെടുക, എന്നാലേ നിന്റെ വഴിപാട് ഞാൻ അംഗീകരിക്കുകയും ഞാൻ നിന്നെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യത്തുള്ളൂ. സമൂഹത്തിലെ ഉയർന്ന താഴ്ന്ന നിലവരം, ഉയർന്നവர்கள் താഴ്ന്നവர்கள் என்று പല വ്യത്യാസങ്ങൾ കാണപ്പെടുகிறது. നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഉയർന്നവരെന്നും താഴ്ന്നവരെന്നും പല വ്യത്യാസങ്ങളും കാണപ്പെടുന്നു. പഠിത്തവர்கள் പഠിക്കാത്തവர்கள், വിദ്യാഭ്യാസമുള്ളവരെന്നും വിദ്യാഹീനരെന്നും, ആണെന്നും പെണ്ണെന്നും, ആണെന്നും പെണ്ണെന്നും. ഒരു മുறை ഒരു പാവിയായ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി കയ്യും കളവുമാ നാங்கள் പിടിத்தோம், പ്രമാണത്തിൻപടി ഇവളെ കല്ലെറിയ വേണ്ടും, നീർ എന്നെ சொல்லுகிறீர் എന്ന് കേട്ടാர்கள். ഒരുപക്ഷെ ഒരു പ്രാവശ്യം പാപിയായ ഒരു സ്ത്രീയെ പിടിച്ച കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവളെ പിടിച്ചു, ഇവളോട് എന്ത് ചെയ്യണമെന്ന് നീ പറയണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു. അവർ എല്ലാവരും நினைத்தார்கள் அவள் தான் பாவம் செய்தால் அவள் கொல்லப்பட வேண்டியவள் என்கிறதான அந்த வார்த்தையோடு நின்று கொண்டிருந்தார்கள். അവരൊക്കെയും ചിന്തിച്ചു, അവളാണല്ലോ പാപം ചെയ്തത്, അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, ഇപ്പോൾ അങ്ങനെ പറയുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു. ஆனால் இயேசு என்ன சொன்னார்? എന്നാൽ കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഒരു പെണ്ണെ നിർത്തിയിട്ട് ഇത്രന പേര് നിങ്ങൾ കുറ്റം ചാട്ടി കൊണ്ടിരിக்கிறீர்களே, ഒരു സ്ത്രീയെ എവിടെ നിർത്തിയിട്ട് നിങ്ങൾ ഇത്ര പേർ അവൾക്ക് വിരോധമായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. അതിൽ ആൺ இருந்தார்கள் പെൺ இருந்தார்களா தெரியாது, അതിൽ സ്ത്രീകളോ പുരുഷന്മാരോ ആരൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നില്ല. കേട്ടത് சொன்னார், உங்களில் பாவம் செய்யாதவன் முதலாவது കല്ലെറിയ കടവൻ. ഉടൻ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. പരിസേയനുമില്ല, വേദപാരനുമില്ല, ശാസ്ത്രിയുമില്ല, ഒരുത്തനുമില്ല, എല്ലാം സ്ഥലം വിട്ടാர்கள். പരീശന്മാരോ വേദപണ്ഡിതന്മാരോ ശാസ്ത്രിമാരോ പിന്നെ ആരും അവിടെ നിന്നില്ല, എല്ലാവരും അവിടെ നിന്നും ഓടിപ്പോയി. പാപத்துக்கு ആണ്ടവർ സപ്പോർട്ട് பண்ணினது அல்ல, ആ പാപത്തോട് ദൈവം ചേർന്ന് അതിനെ സഹായിച്ചു ചേർന്നു എന്നല്ല. നീയും പാപം ചെയ്തവൻ താനേ, നീയും പാപം ചെയ്തവനാണല്ലോ, നീയും കുറ്റവാളി താനേ, നീയും ഒരു തെറ്റുകാരനാണല്ലോ. നീ ചെയ്ത ഒരു കുഴപ്പമില്ല, നീ തെറ്റ് ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല. പെണ്ണ് ചെയ്താൽ മാത്രം വ്യഭിചാരം, അത് ഒരു സ്ത്രീ അത് ചെയ്താൽ മാത്രമാണോ വ്യഭിചാരം? നീ ചെയ്തിരുന്നാൽ, നീ അത് ചെയ്താൽ ജെൻഡർ ഈക്വാലിറ്റി വേണ്ടാമാ? 2 പേർക്കും അത് തുല്യത ആവശ്യമാണല്ലോ. അവളെടുത്ത് சொன்னார், ഇനി നീ പാപം ചെയ്യാതെ പോ എന്ന്. അവളോട് പറയുന്നു, ഇനി നീ പാപം ചെയ്യരുത്, പോകുക എന്ന്. ഒരു ചാൻസ് കൊടുത്താർ, മരണത്തെ സന്ധിക്ക വേണ്ടി അവൾക്ക് ഒരു പിഴപ്പ് വന്ന് ജീവിതത്തിൽ അവൾ പാവം ചെയ്തിരിക്ക മാട്ടാൾ, ദേവന്റെ കൃപ അവൾക്ക് கிடைத்தது. മരണം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നവൾ, അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ കിട്ടുന്നു, വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇன்றைக்கும் அப்படித்தானே ஜெண்டர் ஈக்வாலிட்டி, ஆண் பெண் என்கிறது സമത്വം ഇല്ലാതെപടിക്ക് ഉലകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാളുകളിലും അങ്ങനെ തന്നെ സ്ത്രീ പുരുഷന്മാരെന്ന ഒരു സമത്വമില്ലാതെ തുല്യത ഇല്ലാതെ ലോകം മുന്നോട്ട് പോകുന്നു. ദൈവനുக்கு മഹിമ ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. சமத்துவம் என்று சொல்லுகிறது வேத வசனத்துக்கு முன்பாக ஆணாயிருந்தாலும் பெண்ணாயிருந்தாலும் அவர்கள் எல்லாரும் ஒரே വസനത്തിനാലേ ന്യായം തീർക്കപ്പെടുവാர்கள். ഞങ്ങൾ സമത്വം തുല്യത എന്ന് പറയപ്പെടുന്നത് ദൈവവചനത്തിന്റെ മുമ്പിൽ സ്ത്രീയായാലും പുരുഷനായാലും അവർ ഒന്നുപോലെ ന്യായം വിധിക്കപ്പെടുന്നു. ഒരു വീട് എപ്പടി இருக்க வேண்டும்? ഒരു ഭവനം എങ്ങനെയായിരിക്കണം? യേശു കാട്ടിക്കൊടുത്താർ. കർത്താവായ യേശുക്രിസ്തു മാതൃകയായി പറഞ്ഞു. സഖേയു എൻகிறവனுடைய വീட்டுக்கு கடந்து சென்றார். സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു ചെന്നു. നല്ല വരുമാനമുള്ള ഒരുത്തൻ, നല്ല സമ്പാദ്യമുള്ള ഒരുവനാണ്. യേശുவுக்கு நல்ல உபசரிக்கும்படி அவனிடத்தில் எல்லாம் இருந்தது. യേശുവിന്
നന്നായിട്ട് ശുശ്രൂഷിക്കുവാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ஆனால் அவனுடைய மனசு அவனை பாதித்தது. എന്നാൽ അവന്റെ മനസ്സിൽ ഒരു കുറ്റബോധം அங்கு ഉണ്ടായിരുന്നു. இயேசு சொல்லாமல் சொல்லிக் கொடுத்த சத்தியம் என்ன? കർത്താവായ യേശു ക്രിസ്തു തുറന്നു പറയാതെ അവന് കാണിച്ച മാതൃക എന്താണ്? நீ கோடி கோடியாய் சம்பாதித்து அநியாயமான பணத்தோடு நீ வீட்டில் இருப்பதை பார்க்கிலும் നീ അനേക കോടി സ്വരൂപിച്ച അനീതിയുടെ സമ്പാദ്യത്തോടെ നിന്റെ ഭവനത്തിലായിരിക്കുന്നതിനേക്കാൾ உன்னுடைய அவசியத்துக்குள்ளதை நீ வீட்டில் வைத்துக்கொள். നിന്റെ ആവശ്യത്തിന് ഉപജീവനത്തിന് ആവശ്യമായത് നീ സ്വരൂപിച്ചുകൊള്ളുക. நியாயமாய் சம்பாதித்ததை நீ அனுபவி. ന്യായമായത് സ്വരൂപിച്ചതൊക്കെയും അനുഭവിച്ചുകൊള്ളുക. அநியாயமாய் ஒன்றும் வாங்காதே. അനീതിയായി നീ ഒന്നും വാങ്ങിക്കരുത്. உனக்கு தேவைக்கு போக அதிகம் இருந்தால் நீ மற்றவர்களுக்கு கொடு. നിന്റെ ജീവിതാവശ്യങ്ങൾക്ക് അധികമായിട്ടുണ്ടെങ്കിൽ നീ അത് ദരിദ്രന്മാർക്ക് നൽകുക. ஏழைக்கு கொடு. ദരിദ്രന്മാർക്ക് നൽകുക. இதை இயேசு அவனுக்கு போதிக்கவில்லை. കർത്താവായ യേശു ക്രിസ്തു തുറന്ന ഈ കാര്യത്തെ അവനോട് പറഞ്ഞില്ല. ஓ நேருள்ளவராய இயேசு உத்தமராയ இயேசு அந்த வீட்டுக்கு போனபோது നേരുള്ളവനായി വിശ്വസ്തനായ കർത്താവായ യേശു ക്രിസ്തു ആ ഭവനത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ அந்த வீட்டில் இருந்ததான சகைவுக்கு மனமாற்றம் உண்டானது. ആ ഭവനത്തിൽ ഉണ്ടായിരുന്ന സക്കയുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടായി. இந்த இயேசு பூமியிலே நியாயத்தை ஸ்தாபிக்கும்படியாய் வந்தார். ഈ കർത്താവായ യേശു ക്രിസ്തു ഭൗമിക ലോകത്ത് ന്യായത്തെ സ്ഥാപിക്കുവാനായി വന്നു. மனிதனுடைய தனி மனித ஜீவிதத்திலே நியாயமாய் ஜீவிக்கிறது எப்படி என்று சொல்லிக் கொடுக்கும்படி வந்தார். വ്യക്തിപരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ന്യായത്തോട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവനെ പഠിപ്പിക്കുവാനായിട്ട് വന്നു. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ஒரு ஆலயம் எப்படி இருக்க வேண்டும்? ഒരു ആലയം എങ്ങനെയുള്ളതായിരിക്കണം? அது பக்தி உள்ளதாய் காணப்பட வேண்டும். അത് ഭക്തിയുള്ളതായി കാണപ്പെടണം. மணி மைண்டடாய் பணத்தின் பின்னால் போக கூடாது. അത് കാശിന്റെ പിന്നാലെ പോകരുത്. எத்தனை காரியங்கள் சொல்லலாம். கவர்மெண்ட் ஆனால் ஒரு அரசாங்கத்தின் கீழ் இருக்கிறவர்கள் உண்மையாய் வரி கட்ட வேண்டும். ഒരു സർക്കാരായാലും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നാലും അവർ നേരുള്ളവരായി വരിപ്പണമൊക്കെയും ചെലുത്തണം. இன்னைக்கு பாருங்க எல்லாம் வரி ஏய்ப்பு நடத்துகிறார்கள். வரியிலிருந்து வரி கட்டாம தப்பிக்கிறதுக்கு என்னென்ன வழியோ தேடுகிறார்கள். ഇന്നോ ആ ടാക്സ് കെട്ടാതെ എന്തൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കെട്ടാതിരിക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ള കുറുക്കു വഴികളൊക്കെയും അന്വേഷിക്കുന്നു. இயேசு வரி செலுத்தினார். യേശുവോ അവിടെ വരിപ്പണം കൊടുത്തു. எல்லா காரியத்திலும் உண்மையாயிருக்க வேண்டும் என்று அவர் வெளிப்படுத்தினார். സകലത്തിലും വിശ്വസ്തരായി കാണപ്പെടണമെന്ന് ദൈവം മാതൃകയായി പറയുന്നു. சமூகத்தில் எல்லாரும் ஒன்றாக ஐக்கியமாயிருக்க வேண்டும் என்று வெளிப்படுத்தினார். സമൂഹത്തിൽ സകലരും തുല്യരായി നല്ല കൂട്ടായ്മയുള്ളവരായി കാണപ്പെടണമെന്ന് ദൈവം പറയുന്നു. சொன்னார் நமக்கு ஒரு பரமபிதா உண்டு. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. நாம் அவருடைய பிள்ளைகளாய் இருக்கிறோம். നാം അവന്റെ മക്കളാകുന്നു. அவர் பூர்ண சர்க்குணராய் இருக்கிறது போல நாமும் பூர்ண சர்க்குணராய் இருக்க வேண்டும். അവൻ സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണരായി തീരണം. ஒரு வித்தியாசம் பார்ஷியாலிட்டி ஒன்றுமில்லை. യാതൊരു വ്യത്യാസമോ വ്യതിഭേദത്താലുള്ള അച്ഛാനമോ ഇല്ല. நியாயமாய் ஜீவிப்பது எப்படி என்பதை இயேசு இந்த பூமியிலே சொல்லிக் கொடுத்தார். ന്യായമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൗമിക ലോകത്ത് അവൻ പറഞ്ഞു കൊടുക്കുന്നു. போல இயேசுவினாலே எடுத்துரைக்கப்பட்டதான நியாயமான காரியங்கள் இவைகள் எல்லாவற்றையும் தான் நியாயம் என்று நாம் சொல்லுகிறோம். ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞതായ ഈ ന്യായമായ പ്രവൃത്തികളെയൊക്കെ നാം ന്യായമായ കാര്യമെന്ന് പറയുന്നു. இனி இதை நம்முடைய ஜீவிதத்தில் அனுபவமாக்க வேண்டுமானால் நாம் என்ன செய்ய வேண்டும்? തുടർന്ന് ഈ കാര്യങ്ങളെ നമ്മുടെ ജീവിത അനുഭവമാക്കി തീർക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? ஒருவேளை பல காரியங்களை, தீமைகளை, அநியாயங்களை, பலதும் அக்கிரமங்களை செய்து பழகி இருப்போம். அதை മാറ്റുகிறது നമുക്ക് കഠിനமாக இருக்கும். ഒരുപക്ഷെ പലവിധത്തിലുള്ള ദോഷ പ്രവൃത്തികളും അനീതിയായ പ്രവൃത്തികളും ഒക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങനെയായിരിക്കും പരിചയിച്ചത്. എന്നാൽ ഇങ്ങനെയുള്ള സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ നാം എന്ത് ചെയ്യണം? நான் ஒரு காரியத்தை உங்களுக்கு சொல்லி தருகிறேன். ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. வேதம் சொல்லுகிற வசனத்தை கவனமாய் கேளுங்கள். തിരുവെഴുത്ത് പറയുന്നത് നല്ല ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. இன்றைக்கே உங்களுடைய ஜீவியங்கள் மாறும். ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകും. இயேசுவை போல ஜீவிக்க முடியும். കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ நாம் என்ன செய்ய வேண்டும்? നാം എന്തു ചെയ്യണം? கிருபையை பெற்றுக்கொள்ளும்படி சிலுவையை நோக்கி பார்த்தது போல, കൃപയെ പ്രാപിക്കുവാൻ ആ കാൽവരി ക്രൂശിലേക്ക് നാം കണ്ണുകളെ ഉയർത്തിയതുപോലെ நியாயமாய் ஜீவிக்கும்படி, ന്യായമായി ജീവിക്കുന്നതിന് വേണ്ടി நியாயமான வசனங்களுக்கு நாம் நம்மை ஒப்பு கொடுக்க வேண்டும். ന്യായമായ ഈ വചനത്തിന്റെ മുമ്പിൽ നാം നമ്മുടെ ജീവിതങ്ങളെ ഫലമേൽപ്പിക്കണം. அப்பொழுது இந்த வசனத்தை வாசிக்கும் போது அந்த வசனங்கள் நம்மை சுத்தம் செய்யும். நமக்குள் இருக்கிறதான அழுக்குகள், நமக்குள் இருக்கிறதான தீமைகளை நமக்கு வெளிப்படுத்தும். ആ വചനം നാം വായിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സകല ദോഷത്തെയും അനീതികളെയും അകറ്റി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് നിർമ്മലീകരിക്കുന്നു. எபேசியர் 5:26 அப்படி வாசிக்கிறோம். എഫേസ്യ ലേഖനം 5:26 നാം അങ്ങനെ വായിക്കുന്നു. உடனே நாம் என்ன செய்ய வேண்டும்? ഉടൻ തന്നെ നാം എന്ത് ചെയ്യണം? ஆண்டவரே, இப்படி எல்லாம் எனக்குள்ள தோஷங்கள் உண்டு, எனக்கு ஒரு நல்ல
മനസാക്ഷി വേണ്ടും ഞാൻ വാഞ്ചിக்கிறேன் என்று நல்ல മനസാക്ഷിക്കാக അപേക്ഷിക്ക வேண்டும். കർത്താവേ, ഇങ്ങനെയുള്ള ദോഷപ്രവൃത്തികളൊക്കെ എന്റെ ജീവിതത്തിലുണ്ടോ, എനിക്ക് നിർമ്മല മനസാക്ഷി ആവശ്യമാണെന്ന് ആ നല്ല മനസാക്ഷിയെ നേടിയെടുക്കുവാൻ നാം ദൈവത്തോട് യാചിക്കണം. അதைத்தான் 1 പേതുരു 3-ാം അധികാരം 21-ാം വചനത്തിൽ വാസിக்கிறோம். പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം ഇതിനെക്കുറിച്ച് വായിക്കുന്നു. അതാ വാസിங்களது. அதற்கு ஒப்பனையான ஞானஸ்தானமானது மாம்ச அழுக்கை நீக்குதலாயிராமல் വാസിங்க. അത് സ്നാനത്തിനൊരു മുൻകറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായി. நல்ல മനസാക്ഷിயின் അപേക്ഷയായി இருக்கிற ஞானஸ்தானத்துக்கு നമ്മെ ഒപ്പുകൊടുക്ക வேண்டும். നല്ല മനസാക്ഷിയുടെ അപേക്ഷയാകുന്ന ജലസ്നാനത്തിന് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. റോമർക്ക് എഴുതിയ 6-ാം അധികാരം 19-ാം വചനത്തെ വാസിക്കും പൊழுது റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നീതിயை செய்யும்படிக்கு ശരീര അവയവങ്ങളെ அதற்கு അടിമകളാக ഒപ്പുകൊടുக்க வேண்டும். നാം നീതി പ്രവർത്തികൾ ചെയ്യുവാൻ നമ്മുടെ അവയവങ്ങളെ നാം അതിനായി അടിമകളായി ഏൽപ്പിച്ചു കൊടുക്കണം. അதைத்தான் தண்ணீர் ஞானஸ்நானம் என்று வேதம் சொல்லுகிறது. ഇതിനെക്കുറിച്ചാണ് ജലസ്നാന സത്യമെന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. தேவனுக்கு மகிமையுண்டாகட்டும். ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന അരുമயான സഹോദര സഹോദരികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നண்பர்களே, സ്നേഹിതന്മാരെ, உங்களுக்கு நியாயமா இந்த பூமியில் ஜீவிக்க வேண்டுமானால் ന്യായമായിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ஒரு கழுவுதல் உங்களுக்கு வேண்டும். ഒരു കഴുകപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. உங்களுடைய சரீர அவயவங்களை எல்லாம் நன்மை செய்யும்படிக்கு ஒப்பு கொடுக்கப்படுகிற அனுபவம் வேண்டும். നിങ്ങളുടെ ശരീര അവയവങ്ങളൊക്കെയും നന്മയായത് ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. எதற்கு ஏൽപ്പിച്ചു കൊടുக்க வேண்டும்? നിങ്ങൾ എന്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം? நீங்கள் கேட்ட வசனத்திற்கு, നിങ്ങൾ കേട്ട വചനത്തിന്റെ മുമ്പിൽ இந்த தேவனுக்கு நீங்கள் அடிமைகளாய் ஒப்பு கொடுக்க வேண்டும். ഈ ദൈവത്തിന് നിങ്ങളെ ദാസന്മാരായി ഏൽപ്പിച്ചു കൊടുക്കണം. அதற்கு അടയാളமாக இந்த தனி ஞானஸ்நானத்தை நாம் எடுக்கிறோம். അതിന് അടയാളമായിട്ട് ഈ ജലസ്നാനത്തെ നാം இதிலே സ്വീകരിക്കുന്നു. இயேசு கிறிஸ்துவை தரித்துக் கொள்ளுகிறோம். ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇത് മുഖാന്തരം നാം ധരിക്കുന്നു. அப்படியானால் நீ இயேசுவை போல ஜீவிக்க வேண்டும். അങ്ങനെയാണെങ്കിൽ യേശുവിന് അനുരൂപരായി നാം ജീവിക്കണം. அவரை போல நான் மாற வேண்டும். നാം യേശുവിന് അനുരൂപരായി തീരണം. அது இப்படி ஒரு வைராக்கிய வாஞ்சை நமக்குள்ள உண்டாகும். ഈ കാര്യത്തെ കുറിച്ച് ഒരു തീഷ്ണതയും എരിവും നമുക്കുള്ളിൽ ഉണ്ടായിരിക്കും. யாராகிலும் இந்த கூட்டத்திலே தண்ணி ஞானஸ்நானம் எடுக்காமல் இருப்பீர்களானால், ഇവിടെ കൂടി വന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെയും ജലസ്നാനത്തെ സത്യത്തിന് കീഴ്പ്പെട്ടിട്ടില്ലെങ്കിൽ, நியாயமாய் ஜீவிக்கும்படி தண்ணீர் ஞானஸ்நானத்தை எடுத்துக்கொள்ளுங்கள். ന്യായമായി തുടർന്നുള്ള നാളുകളിൽ ജീവിക്കുവാൻ ജലസ്നാന സത്യത്തെ സ്വീകരിച്ചു കൊള്ളുവിൻ. ஏதோ ஒரு மதத்தில் சேர்க்கும்படியான சம்பிரதாயம் அல்ல ஞானஸ்நானம். ഏതോ മതത്തിൽ കൊണ്ടുവന്ന് ചേർക്കുന്ന ഒരു അനുഭവമല്ല ജലസ്നാനം. நீதியாக இயேசுவை போல ஜீவிக்கும்படிக்கு நம்மை ஒப்பு கொடுக்கிற ஒரு அனுபவம். നീതിയായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് അനുരൂപരായി നാം ജീവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം. தேவனுக்கு மகிமையுண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இப்படி நாம் நம்மை ஒப்பு கொடுக்கிறது மாத்திரம் போதாது. ഇപ്രകാരം നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മാത്രം പോരാ, நமக்கு ஒரு ஜீவிக்கும்படி பலன் தேவையா இருக்கிறது. നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ നമുക്കൊരു ബലം ആവശ്യമാണ്. தேவனுக்கு மகிமையுண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இயேசுவோடு கூட நடந்ததான பேதுருவை பாருங்கள். കർത്താവായ യേശു ക്രിസ്തുവിനോട് സഹസഞ്ചാരിയായിരുന്ന പത്രോസിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. அவனுக்கு போதுமான பலன் இல்லை. അവന് തക്കതായ ഒരു ബലം ഉണ്ടായിരുന്നില്ല. ஒரு நெறிந்த நாணலை போல அவன் காணப்பட்டான். അവനൊരു ചതഞ്ഞ ഓടയെ പോലെ കാണപ്പെട്ടു. அவனுக்கு அன்பு இருக்கிறது. അവന് സ്നേഹമുണ്ട്. ஏதோ ஒரு ஓரத்தில் பிடித்து தொட்டு கொண்டு இருக்கிறது. ഏതോ ഒരു വശത്തു മാത്രം അവൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ஒரு நாணல் எடுத்து அதை தாம் நசுக்கி விட்டால் அது ஒரு ஓரத்தில் பிடித்து தொங்கிக் கொண்டிருக்கும். அதுபோல பேதுருவுக்கு இயேசு மேல் அன்பு இருக்கிறது, ஆனால் இயேசுவுக்கு ஜீவிக்க பலன் இல்லை. ഒരു ഓടയെടുത്ത് അതിന്റെ വശം ഒന്നൊടിച്ചാൽ അത് തൂങ്ങി നിൽക്കുന്നു. അതുപോലെ പത്രോസിനൊരു സ്നേഹമുണ്ട്, എന്നാൽ യേശുവിനോട് കൂടെ നിലനിൽക്കുവാൻ സാധിക്കുന്നില്ല. நீங்கள் தோமாவை பாருங்கள். നിങ്ങൾ തോമസിനെ ശ്രദ്ധിപ്പീൻ. அவருக்கும் இயேசுவின் மேல் அன்பு இருக்கிறது, അവനും യേശുവിനോട് സ്നേഹമുണ്ട്, ஆனால் விசுவாசம் இல்லை. എന്നാൽ വിശ്വാസമില്ല. மங்கி எரிகிற திரியை போல காணப்படுகிறார். ഒരു മങ്ങി കത്തുന്ന ഒരു തിരി പോലെ കാണപ്പെടുന്നു. அவன் விசுவாசிக்க முடிகிறது. അവന് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. ஆனால் இயேசு என்ன செய்தார்? എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? பேதுருவையும் தோமாவையும் அவர்களுக்குள் இருந்ததான அனுபவங்களை அழித்து போடாமல், പത്രോസിന്റെയും തോമസിന്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ പൂർണ്ണമായി കെടുത്തിക്കളയാതെ அவர்களை உயிர்ப்பிக்கும்படியாக, അവരെ തുടർന്ന് ജീവിപ്പിക്കുവാൻ, பலப்படுத்தும்படியாக ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി உயரத்திலிருந்து உன்னதத்தின் ஆவி அவர்களுக்கு தந்தருளினார். ഉയരത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്നുള്ള ആത്മാവിനെ അവരുടെ മേൽ പകർന്നു കൊടുക്കുന്നു. அது நியாயமான காரியமாய் இருக்கிறது. അതൊരു ന്യായമായ പ്രവൃത്തി തന്നെയാണ്. மனிதனுக்கு ஜீவிக்க தந்த பலத்தினாலே
ഉത്തമമായി ജീവിക്കാൻ മുടിகிறதில்லை. മനുഷ്യന് നേരോട് ജീവിക്കുവാൻ തന്റെ സ്വന്തം ബലം കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. அதனால இயேசு பிதாவிடத்தில் வேண்டுதல் செய்தார். ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കുന്നു. வாக்குத்தத்தத்தின் ஆவியாய் பரிசுத்த ஆவியானவர் இவர்களை நிரப்பினார். വാഗ്ദത്തത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഇവരെ നിറയ്ക്കുന്നു. அப்பொழுது அவர்கள் பலப்பட்டார்கள். അപ്പോൾ അവർ ശക്തിയെ പ്രാപിച്ചു. ஆண்டவருக்கு சத்தியத்துக்கு சாட்சியாய் நின்றார்கள். കർത്താവിന്റെയും സത്യത്തിന്റെയും സാക്ഷികളായി നിലനിന്നു. பேதுரு இரத்த சாட்சியாக மரித்தார். പത്രോസ് ഒരു രക്തസാക്ഷിയായി മരിച്ചു. தோமாவும் கூட இந்திய தேசத்தில் வந்து இரத்த சாட்சியாய் மரித்தார். തോമസും ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് വന്ന ഒരു രക്തസാക്ഷിയായി മരിച്ചു. ஹல்லேலூயா. ഹല്ലേലൂയ. என்னை கேட்கிற அருமையானவர்களே, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, நன்றாய் ஜீவிக்க வேண்டும் என்று வாஞ்சையுண்டு, നേരായി ജീവിക്കുവാനുള്ള ഒരു താല്പര്യമുണ്ട്. பலனில்லை என்று சொல்லுகிறீர்களா? ഇതിനാവശ്യമായ ഒരു ബലമില്ലെന്ന് പറയുന്നുവോ? இதோ ஆண்டவர் உங்களுக்கு அபிஷேகத்தை தர விரும்புகிறார். ഇതോ കർത്താവ് നിങ്ങൾക്ക് ഒരു അഭിഷേകം തരുവാൻ நீங்கள் ആഗ്രഹിക്കുന്നു. இதில் பெறும் பொழுது பலப்பட்டு നിങ്ങൾ അത് പ്രാപിക്കുമ്പോൾ ശക്തിപ്പെട്ട് சத்தியத்துக்கு சாட்சியாய் நிற்பீர்கள். സത്യത്തിന്റെ സാക്ഷികളായി നിലനിൽക്കും. கர்த்தருடைய நாமத்துக்கு மகிமை உண்டாகட்டும். ദൈവനാമത്തിന് മഹത്വം இது ഉണ്ടാകട്ടെ. மாத்திரமல்ல, അതുമാത്രമല്ല, தேவனுக்கு நியாயமாய் தர வேண்டிய அநேக காரியங்கள் இருக்கிறது. ദൈവത്തിന് ന്യായമായി തരേണ്ടുന്ന അനേക അനുഭവങ്ങളുണ്ട്. ஒருமுறை மத்தேயு சுவிசேஷம் 12 அதிகாரம் 12-13 வசனத்தை வாசிக்கும் பொழுது, മത്തേയു സുവിശേഷം 12 അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ கையில பலவீனப்பட்டதான ஒரு மனிதன் வருகிறான். കയ്യിൽ ബലഹീനനായ ഒരു മനുഷ്യൻ വരുന്നു. அவனை குணமாக்க வேண்டும் என்று இயேசு விரும்பினார். അവനെ സൗഖ്യമാക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ஓய்வு நாளிலே செய்யக்கூடாது என்று தடுத்தார்கள். ശബത്ത് ദിവസത്തിൽ അവന് സൗഖ്യം വരുത്തതെന്ന് അവർ തടസ്സം നിന്നു. இவன் சுகமாக வேண்டியது நியாயமல்லவா என்று இயேசு கேட்டார். ഇവൻ സൗഖ്യം പ്രാപിക്കേണ്ടുന്നത് ന്യായമാണല്ലോ എന്ന് കർത്താവായ യേശു ക്രിസ്തു അവരോട് ചോദിക്കുന്നു. வாசிங்கள் மத்தேயு சுவிசேஷம் 12 அதிகாரம் 12-13 வசனங்கள். മത്തേയു സുവിശേഷം 12 അധ്യായത്തിന്റെ 12-13 വാക്യം. ஆட்டை பார்க்கிலும் மனுஷனானவன் எவ்வளவு விசேஷித்திருக்கிறான், ஆதலால் ஓய்வு நாளிலே நன்மை செய்வது நியாயம்தான் என்று சொன்னார். பின்பு அந்த மனுஷனை நோக்கி, உன் கையை நீட்டு என்றார். அவன் நீட்டினான், அது மறு கையை போல் சொஸ்தமாயிற்று. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ஆகவே இயேசு சுகமாக்குவது நியாயம் என்று சொன்னார். കർത്താവായ യേശു ക്രിസ്തു അവിടെ സൗഖ്യം വരുത്തുന്നത് ന്യായമാണെന്ന് പറയുന്നു. 12 அதிகாரத்தில் 22 வசனம் வாசிக்கும் பொழுது, 12 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ വായിക്കുമ്പോൾ பிசாசு பிடித்த കുരുടാന ഊമയാനവர்கள் എല്ലാം കൊണ്ടുവന്നാர்கள். കുരുടന്മാരും ഊമന്മാരുമായ ഭൂതഗ്രസ്തരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവர்கள் எல்லாரையும் அவர் சொஸ்தமாக்கினார். അവരെയൊക്കെയും അവൻ സൗഖ്യമാക്കി. என்னை கேட்கிற அருமையான சகோதரனே சகோதரியே, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, நீ രക്ഷിക്കപ്പെட வேண்டும். നീ രക്ഷിക്കപ്പെടണം. நீ ஞானஸ்நானம் எடுக்க வேண்டும். നീ ജലസ്നാനം நீ സ്വീകരിക്കണം. பரிசுத்தாவியை பெற നീ வேண்டும். പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കണം. മാത്രമല്ല, നീ സുഖത്തോടും കാണപ്പെட வேண்டும். അതുമാത്രമല്ല, നീ നല്ല സൗഖ്യത്തോട് ജീവിക്കണം. உன்னுடைய ஆத்துமா வாழுகிறது போல நீ எல்லாவற்றிலும் வாழ்ந்து சுகமாய் இருக்க வேண்டும். നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും കാണപ്പെടണം. இது நியாயம். ഇത് ന്യായമാണ്. இதை ஸ்தாபிக்கும்படி இயேசு வந்தார். ഇത് സ്ഥാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വന്നു. என்னை கேட்கிறதானே, உங்களில் யாராகிலும் சுகவீனமாய் பலவீனமாய் சரீரத்தில் பிரச்சனையோடு இங்கு காணப்படுவீர்களானால், എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ബലഹീനരായും രോഗികളായും ഇവിടെ കാണപ്പെടുന്നുവെങ്കിൽ, எத்தனை பேர் இந்த வசனத்தை உங்களால் விசுவாசிக்க முடிகிறது? നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വചനത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കുന്നു? இயேசுவிடத்தில் வந்தவர்களை இயேசு சுகமாக்கினார். യേശുവിന്റെ അടുക്കലേക്ക് വന്നവരെ യേശു സൗഖ്യമാക്കി. பிசாசு பிடித்த குருடும் ஊமையுமான ஒருவன் அவரிடத்தில் கொண்டு வரப்பட்டான். குருடும் ஊமையுமானவன் பேசவும் காணவும் தக்கதாக அவனை சொஸ்தமாக்கினார். കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുവാനും ആ കുരുടൻ കാണുന്ന വിധത്തിൽ ദൈവം അവന് സൗഖ്യം വരുത്തി. നമ്മുടെ യേശു നേற்றும் ഇന്നും என்று மாறாதவராய் இருக்கிறார். നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. அவர் எதற்காய் வந்தாரோ அதை அவர் செய்வார். അവൻ എന്തിനായിട്ട് കടന്നു വന്നുവോ ആ പ്രവർത്തികളൊക്കെയും ചെയ്യുന്നു. பூமியிலே நியாயத்தை ஸ்தாபிப்பார். ഭൂമിയിൽ അവൻ ന്യായത്തെ സ്ഥാപിക്കും. உனக்கு பாவத்திலிருந்து விடுதலை தருகிறது மாத்திரமல்ல, നിന്നെ പാപത്തിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നത് മാത്രമല്ല, சரீரத்தில் சகல பிரச்சனைக்கும் அவர் போதுமானவராய் இருக்கிறார். നിന്റെ ശരീരത്തിലെ സകല പ്രശ്നങ്ങൾക്കോ അവൻ മതിയായവനായി കാണപ്പെടുന്നു. எத்தனை பேர் விசுவாசிக்கிறீர்கள்? നിങ്ങൾ എത്ര പേർ അത് ஒரு വിശ്വസിക്കുന്നു? நிமிடம் தேவ சமூகத்தில் நாம் அனுபவிப்போமாக. ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ നമുക്കതിനെ അനുഭവിക്കാം. தேவன் தருகிற சுகத்தை அனுபவிப்போமாக. ദൈവം തരുന്ന സൗഖ്യത്തെ നമുക്ക് പ്രാപിച്ച് അനുഭവിക്കാം. எத்தனை பேருக்குள்ள விசுவாசம் இருக்கிறது? എത്ര പേരുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ട്? தேவன் என்னை சுகமாக்குவார் என்று எத்தனை பேர் விசுவாசிக்கிறீர்கள்? ദൈവം എനിക്ക് സൗഖ്യം വരുത്തുമെന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? ரெண்டே காரியத்தை தான் ஆண்டவர் கேட்டார். രണ്ട് കാര്യമാണ് ദൈവം ചോദിച്ചത്. நீ சுகமாக விரும்புகிறாயா? നീ സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? கவனியுங்கள், ശ്രദ്ധിപ്പേ, உங்களுக்கு சுகம் வேண்டுமானால் ரெண்டே காரியம் தான். നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമാണെങ്കിൽ രണ്ട് കാര്യം മാത്രം. ஒன்னு நீங்க விரும்பணும். ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. இப்போ ஒரு ஆளுக்கு சாப்பிட சொல்லி நான் இஷ்டம் போல் ஐட்டம் உண்டாக்கி விட்டு அவனுக்கு பசியே
இல்லைன்னா அவன் எப்படி சாப்பிடுவான்? ഒരുവൻ ഭക്ഷിക്കുവാനായിട്ട് പല ഭക്ഷണങ്ങളും തയ്യാറാക്കിയിട്ട് അവന് ഭക്ഷിക്കുവാൻ വിശപ്പില്ലാതിരുന്നാൽ പിന്നെ അവൻ എങ്ങനെ ഭക്ഷിക്കും? அவனுக்கு விஷப்பு இருந்தா நான் ஒரு ஐட்டம் வச்சா அடிச்சு ഫുള്ള് നിറപ്പുവാൻ. അവന് വിശപ്പുണ്ടെങ്കിൽ ഒരു ഭക്ഷണം മാത്രം വെച്ചാലും വയറു നിറയെ അവൻ കഴിക്കുന്നു. ഉനക്ക് വിരുപ്പമുണ്ടാ? നിനക്ക് ആഗ്രഹമുണ്ടോ? നീ സുഖமாக വിരുമ്പുகிறாயா? സൗഖ്യം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു? எனக்கு 58 வயசாச்சு, ரிட்டையர்மெண்ட் ஆயிட்டு இனி அப்படியே இருந்துட்டு போய்க்கிறேன், இனி எவ்வளவு நாட்கள் பிள்ளைங்க நல்லா இருக்கட்டும், நான் அப்படியே வீடு கார் உண்டு പിടിച്ച് നടക്കുന്ന തടിയുണ്ട് அப்படின்னு நினைச்சா സുഖം கிடைக்காது. എനിക്ക് 58 വയസ്സ് പ്രായമുണ്ട്, ഇനി എന്തൊക്കെ സൗഖ്യം പ്രാപിക്കുവാൻ, ഈ ജീവിതം തന്നെ മുന്നോട്ട് പോകട്ടെ, കാറുണ്ട് വടിയുണ്ട് അതൊക്കെ പിടിച്ച് നടന്നുകൊള്ളാം, എന്റെ മക്കളൊക്കെ സുഖത്തോട് സൗഖ്യത്തോടും ജീവിക്കട്ടെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നടക്കാതെ രാജാ, സുഖമല്ല ഒന്നും கிடைக்காது. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ സൗഖ്യമൊന്നും ഉണ്ടാകുകയില്ല. വാഞ്ച വേണം, ഉള്ളത്തിൽ വാഞ്ച വേണം, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. സുഖமாக வேண்டும், എനിക്ക് സൗഖ്യം ആവശ്യമാണ്, 100% அந்த வாஞ்ச இருக்க வேண்டும். അങ്ങനെയുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഉന്നെ സുഖമാക്ക മുടിയും എന്ന് എന്നെ വിശ്വസിക്കുകയാ? ഞാൻ നിനക്ക് സൗഖ്യമാക്കുമെന്ന് നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? യേശു அப்படி கேட்டார். കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ വിശ്വസിച്ചവർക്ക് அந்த വല്ലമേ വെളിപ്പെട്ടത്. വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ ആ ശക്തി പ്രവേശിച്ചു. அதிகமான நேரம் நமக்கு இல்லை, അധിക സമയം നമുക്കില്ല. ഒരു 2 മിനിറ്റ് ഞാൻ உங்களுக்கு തരുகிறேன். 2 മിനിറ്റ് സമയം ഞാൻ തരാം. നിങ്ങൾ വിശ്വസിக்கிறீர்களா? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾക്ക് വിരുപ്പം இருக்கிறதா? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പെട്ടെന്ന് കണ്ണ് മൂടുங்கள், പെട്ടെന്ന് കണ്ണുകൾ അടയ്ക്കുക. இருக்கிறதான இடத்திலே, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നാലും നിന്നാലും ശരി, ഇരുന്നാലും നിന്നാലും ശരി, ആண்டവരേ നീർ വല്ലമയുള്ളവർ, കർത്താവേ നീ സർവശക്തനായ ദൈവം, സുഖമാക്ക முடியும், എനിക്ക് സൗഖ്യം വരുത്തുവാൻ നിനക്ക് സാധിക്കും, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ முடியும், എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ സാധിക്കും. ഞാൻ വിശ്വസിக்கிறேன், ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടും ആണ്ടവരേ, കർത്താവേ എനിക്ക് ആവശ്യമാണ്, ഞാൻ സുഖത്തോടെ ഇരിക്ക വേണ്ടും, ഞാൻ സൗഖ്യത്തോടെ ജീവിക്കണം. അത് ന്യായം താനേ കർത്താവേ അത് ന്യായമാണല്ലോ, ഞാൻ മകനായിരിக்கிறேனே, ഞാൻ നിന്റെ മകനാണല്ലോ, ഞാൻ മകളായിരിக்கிறேனേ, ഞാൻ നിന്റെ മകളാണല്ലോ, ദൈവിക സുഖം എന്റെ അപ്പമായിരിക്കുന്നത്, ദൈവിക രോഗശാന്തി എന്റെ അപ്പമാണല്ലോ, ഇதை സ്ഥാപിക്കുമ്പടിയാകത്തായി വന്നേ, ഇത് സ്ഥാപിക്കുവാണല്ലോ നീ വന്നത്, എനിക്ക് താരം, എനിക്ക് തരണമേ, എനിക്ക് താരം, എനിക്ക് തരണമേ, എനിക്ക് താരം, എനിക്ക് തരണമേ. കേളുങ്ക ഓ உங்கள் சத்தம் உயர உயர, നിങ്ങളുടെ ശബ്ദം ഉയരും തോറും உங்களை சந்திக்கிறது, ദൈവത്തിന്റെ ശക്തി നിങ്ങളെ സന്ദർശിക്കും. உங்களுடைய கைகளிட பிரச்சனைகள் மாற்றப்படும், നിങ്ങളുടെ കൈകളിലെ രോഗം മാറി സൗഖ്യമുണ്ടാകും, உங்களுடைய கால்களிட பிரச்சனைகள் மாற்றப்படும், കാലിലെ രോഗം മാറി സൗഖ്യമുണ്ടാകും, தள்ளாடுகிற முழங்கால்களை தேவன் பலப்படுத்துவார், കുഴഞ്ഞ നിങ്ങളുടെ മുഴങ്കാലുകളെ ദൈവം ശക്തിപ്പെടുത്തുന്നു, തളർന്ന കൈകളെ தேவன் பலப்படுத்துவார், തളർന്ന കൈകളെ ദൈവം ശക്തിപ്പെടുത്തുന്നു. ശരീരത്തിന് എന്ത് അവയവത്തിൽ പ്രശ്നയായിരുന്നാലും, ശരീരത്തിലെ ഏത് അവയവങ്ങളിൽ നിങ്ങൾക്ക് രോഗമാണെങ്കിൽ യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുക, യേശുവിന്റെ നാമത്തിൽ വിശ്വസിപ്പിക്കുക. സുഖമാക്കുമ്പടി അവർ ഭൂമിക്ക് വന്നാൽ, സൗഖ്യം നൽകുവാൻ ദൈവമിക ലോകത്തേക്ക് വന്നു. സുഖമാക്കുന്നത് ദൈവത്തിന്റെ ന്യായം, നിങ്ങൾക്ക് സൗഖ്യം വരുത്തുന്നത് ദൈവത്തിന്റെ ന്യായമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റബദകതദബദം തദ അശദകതദബദകതദബദം തദ അരിബദകതദബദം തദ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. കർത്തരുടെ വല്ലമേനോട് മത്തിൽ അസവാടിക്കൊണ്ടിരിക്കുന്നபடி നാം എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്തരെ സ്തോത്രം അനുവോ. ഭൂമിയിലെ ന്യായത്തെ സ്ഥാപിക്കുമ്പടിயாக യേശു വந்தார். ഭൂമിയിൽ ന്യായം സ്ഥാപിക്കുവാൻ യേശു ക്രിസ്തു വന്നു. இப்படி நீங்கள் நியாயமாய் பூமியிலே നേരുള്ളവരായി ജീവിപ്പീர்களானால், ഇപ്രകാരം നിങ്ങൾ ഭൂമിയിൽ ന്യായത്തോടും നേരുള്ളവരായി നിങ്ങൾ ജീവിച്ചാൽ, அதற்கு உதவி செய்கிற வசனத்தையும் வல்லமையும் பிடித்துக்கொண்டு ജീവിപ്പീர்களானால், അത് നിങ്ങളുടെ ജീവിതത്തെ സഹായം ചെയ്യുന്ന ദൈവത്തിന്റെ വചനത്തെയും ശക്തിയെയും മുറുകെ പിടിച്ച് ജീവിച്ചാൽ, സംഗീതം 94:15 இப்படி சொல்லுகிறது. 94-ാം സങ്കീർത്തനം 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു. 15-ാം വചനത്തെ വാസിയുங்கள். 15-ാം വാക്യം, ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും, പരമാർത്ഥ ഹൃദയമുള്ളവരെ ഒക്കെയും അതിനോട് യോജിക്കും. நியாயம் நீதியினிடமாக திரும்பும், நியாயம் நீதியினிடமாக திரும்பும், செம்மையான இருதயத்தார் யாவரும் அதை பின்பற்றுவார்கள், செம்மையான இருதயத்தார் யாவரும் அதை பின்பற்றுவார்கள். ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും, പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. இந்த நியாயமாய் ஜீவிக்கிறவர்கள்
நீதியின் பக்கமாக அவர்கள் திருப்பப்படுவார்கள். ഈ ന്യായത്തോട് ജീവിക്കുന്നവർ നീതിയുടെ വശത്തേക്ക് അവർ തിരിഞ്ഞു വരുന്നു. அந்த நீதி என்று சொல்லுகிறது என்ன? ആ നീതി എന്ന് പറയുന്നത് എന്താണ്? பைபிளில் பல இடத்தில் நீதியை குறித்து படிக்கிறோம். നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നീതിയെ കുറിച്ച് വായിക്കുന്നു. இங்கே நீதி என்று சொல்லுகிறது. ഇവിടെ നീതി എന്ന് പറയപ്പെടുന്നത് യേശയ്യ 59 அதிகாரம் 17-18 வாசிக்கும் பொழுது, യെശയ്യ 59 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, தயவு செய்து வாசியுங்க. அவர் நீதியை மார்க்கவசமாக அணிந்து ரட்சிப்பென்னும் சீராவை தன் சிரசில் தரித்து நீதி சரிக்கட்டுதல் என்னும் வஸ்திரங்களை உடுப்பாக உடுத்து வைராக்கியத்தை சால்வியாக போர்த்து கொண்டார். கிரியைகளுக்கு தக்க பலனை அளிப்பார். கிரியைகளுக்கு தக்க பலனை அளிப்பார். கிரியைகளுக்கு தக்க பலனை அளிப்பார். அவர் പ്രവൃത്തികൾക്ക് തക്കതായ ബലം ഫലനെ കൊടുക്കുന്നു. அவருடைய கிரியைகளுக்கு தக்கதான பலன் பிரதிபலன் தருகிறார். അവരുടേതായ പ്രവൃത്തികൾക്കൊത്തവണ്ണമായ ഒരു പ്രതിഫലം നൽകുന്നു. நம்முடைய தேவன் நீதியுள்ள தேவன். നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. குப்பையில கிடந்ததான மனிதனை உயர்த்தினார். ആ ചവറിൽ കിടന്നതായ മനുഷ്യനെ ഉയർത്തി அவருக்காக எப்படி ஜீவிக்க வேண்டும் என்கிற காரியத்தை போதித்து தந்தார். അവനായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന കാര്യത്തെ കുറിച്ച് ഉപദേശിച്ചു. அதைக்கு கீழ்ப்படிந்து இந்த வசனத்துக்கு முன்பாக நடுங்கி யாரெல்லாம் இந்த வசனத்தின்படி நேரா ஜீவிக்கிறார்களோ, അതിനനുസരിച്ച് ഈ വചനത്തിന്റെ മുമ്പിൽ വിറച്ച ആ വചനത്തിനൊത്തവണ്ണം തങ്ങളുടെ ജീവിതങ്ങളെ ഫലമേൽപ്പിച്ച് ആരൊക്കെ ജീവിക്കുന്നുവോ அவர்களுக்கு நீதியான பிரதிபலனை தராமல் இருப்பாரா? അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നീതിയുള്ള ഒരു പ്രതിഫലം അവൻ നൽകാതിരിക്കുമോ? பொய்யை சாதாரணமாய் மனிதன் பேசிக் கொண்டிருக்கிறான். ഇന്ന് വ്യാജത്തെ ഭോഷ്കിനെ മനുഷ്യൻ സാധാരണമായി സംസാരിക്കുന്നു. தேவ வசனத்துக்கு பயந்து பொய் பேசாமல் ஒரு தேவனுடைய பிள்ளை ஜீவிப்பான். ஆனால் ദൈവവചനത്തെ ഭയപ്പെട്ട ഒരു മനുഷ്യ ദൈവ പൈതൽ ഭോഷ്ക് പറയാതെ ജീവിക്കുന്നുവെങ്കിൽ அவனுக்கு தேவன் பிரதிபலனை தராமல் இருப்பாரா? അവന് ദൈവം പ്രതിഫലം നൽകാതിരിക്കുമോ? பூமியிலே பலதும் கண்டு பலதும் கேட்டு பலதும் அனுபவித்து அசுத்தமாக கண்போன போக்கிலே மனிதன் பாவத்தை பச்சவெல்லம் போல குடித்துக் கொண்டிருக்கும் பொழுது, ഈ ഭൗമിക ലോകത്ത് പല കാര്യങ്ങളെ മനുഷ്യർ കണ്ട പല കാര്യങ്ങളെയും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച പച്ചവെള്ളത്തിന് തുല്യമായി പാപത്തെ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് മനുഷ്യർ ജീവിക്കുമ്പോൾ, பாவத்தை விட்டு விலகி தங்களை தாங்களே வேறுபடுத்தி சுத்தமாய் பரிசுத்தமாய் ஜீவிக்கிறவர்களுக்கு பிரதிபலன் இல்லாமல் போகுமா? പാപം വിട്ട് വേർപെട്ടു വന്ന് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നിർമ്മലതയോട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ഒരു പ്രതിഫലം ലഭിക്കാതിരിക്കുമോ? நீதியுள்ள தேவன் மனிதனுக்கு பிரதிபலனை கிரியைகளுக்கு தக்க பலனை தருகிறார். നീതിമാനായ ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിഫലം അവന്റെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമുള്ള ഒരു പ്രതിഫലത്തെ നൽകുന്നു. ரெண்டு விதமான பிரதிபலன். രണ്ടുവിധ പ്രതിഫലമുണ്ട്. ஒன்று பூமியிலே தருகிறதான பிரதிபலன். ഒന്ന് ഈ ഭൗമിക ലോകത്ത് വെച്ച് നൽകുന്ന ഒരു പ്രതിഫലം. அதைத்தான் நாம் இப்பொழுது சிந்திக்க போகிறோம். ആ കാര്യത്തെ കുറിച്ച് നാം അല്പമായി ചിന്തിക്കുവാൻ அவர் പോകുന്നു. பூமியிலே கிருபையும் நியாயத்தையும் நீதியும் நிலைநாட்டும்படியாக அவர் வெளிப்பட்டார். അവൻ ഭൂമിയിൽ ദയയെയും ന്യായത്തെയും നീതിയെയും നിലനിർത്തുവാനായി അവൻ വെളിപ്പെട്ടു. பூமியில் வெளிப்படுகிற பிரதிபலன் என்ன? ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രതിഫലം എന്താണ്? எந்த பூமியிலே கர்த்தருக்காய் சாட்சியா ஜீவித்தார்களோ, ഏത് ഭൂമിയിലാണോ ദൈവത്തിന്റെ സാക്ഷിയായി അവർ ജീവിച്ചത്, அந்த பூமியை அவர்களுக்கு கையளிக்கிறார். ആ ഭൂമിയെ തന്നെ ദൈവം അവർക്ക് വാഗ്ദാനമായി പ്രതിഫലമായി നൽകുന്നു. ஆகவேதான் லூக்கா சுவிசேஷம் 12 அதிகாரம் 32 வசனம் வாசிக்கும் பொழுது, ലൂക്കോസിന്റെ സുവിശേഷം 12:32 വായിക്കുമ്പോൾ, பயப்படாதே சிறிய ஆட்டின் கூட்டமே, பிதாவானவர் உங்களுக்கு ராஜ்யத்தை கொடுக்க சித்தமாயிருக்கிறார் என்று வாசிக்கிறோம். ചെറിയാട്ടിൻ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ ഹിതമുള്ളവനാണെന്ന് വായിക്കുന്നു. எந்த ராஜ்யம்? ഏത് രാജ്യമാണ്? பரிசுத்தவான்களுக்கு தருகிறதான 1000 வருட அரசாட்சி. വിശുദ്ധന്മാർക്കായി നൽകപ്പെടുന്ന സഹസ്രാബ്ദ വാഴ്ചയുടെ അനുഭവം. பின்பு இந்த ராஜ்யம் பிதாவின் ராஜ்யமா நித்தியத்திலே ஸ்தாபிக்கப்படுகிறது. തുടർന്ന് ഈ രാജ്യം പിതാവിന്റെ രാജ്യമായി നിത്യതയിൽ സ്ഥാപിക്കപ്പെടുന്നു. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ஆகவே பூமியிலே பரிசுத்தவான்களாய் ஜீவிக்கிறதான மனுஷருக்கு, ആയതുകൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധന്മാരായി ജീവിക്കുന്ന മനുഷ്യർക്ക്, நியாயமாய் ஜீவிக்கிறவர்களுக்கு ന്യായമായി ജീവിക്കുന്നവർക്ക് വേണ്ടി நீதியான பிரதிபலன் கிடைக்கிறது. നീതിയായ ഒരു പ്രതിഫലം ലഭിക്കുന്നു. இன்னும் மேன்மையான காரியங்களை இனி வரும் நாட்களிலே நீங்கள் கேட்கலாம். തുടർന്നുള്ള ദിവസങ്ങളിൽ അനേക അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ இந்த കഴിയും. நீதியாய பிரதிபலன் எப்படி இருக்கும்? ഈ നീതിയായ പ്രതിഫലം എങ്ങനെയുള്ളതാണ്? ஆதியிலே மனிதன் எப்படி இருக்க வேண்டும் என்று அவனை மேன்மையாய் ஆக்கி வைத்தாரோ, அதே ஆசீர்வாதங்கள் திரும்பவும் அவனுக்கு கையளிக்கப்படும். ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ആദിയിൽ എങ്ങനെയുള്ളവനായി ജീവിക്കണമെന്ന് ദൈവം അവനെ കുറിച്ച് പ്രതീക്ഷിച്ചുവോ, ആയതുപോലുള്ള അനുഗ്രഹങ്ങൾ വീണ്ടും അവന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നു. இந்த பூமி புதுப்பிக்கப்படுகிறது. ഈ ഭൂമിയെ ദൈവം പുതുക്കുന്നു. ஏதேனை போல மாற்றுகிறார். ഏതേന്റെ അനുഭവമുള്ള അനുഭവത്തിലാക്കി തീർക്കുന്നു. சமாதானமுள்ள தாபர ஸ்தலமாய் மாறுகிறது. സമാധാനമുള്ള ഒരു വാസസ്ഥലമാക്കി തീർക്കുന്നു. அமெரிக்கை സ്വൈര്യം, எல்லா இடத்திலும் அமெரிக்கை நிம்மதி உண்டாயிருக்கிறது. സകല സ്ഥലങ്ങളിലും സ്വസ്ഥതയും ഫലപുഷ്ടിയായ ഒരു അനുഭവം ഉണ്ടാകുന്നു.
நிச்சயமான கூடாரமாய் இது மாற்றப்படுகிறது. തീർച്ചയായിട്ടും അതൊരു കൂടാരമായി തീരുന്നു. அமைதியான ஒரு அனுபவம், അത് സ്വസ്ഥതയുള്ളതായ ഒരു അനുഭവം. எல்லாம் குறித்து வேதம் தெளிவாய் சொல்லுகிறது. ഇതിനെ കുറിച്ചെല്ലാം സത്യവേദ പുസ്തകം തെളിവായി യേശയ്യാ നമ്മോട് പറയുന്നു. 32:1 വാസിക്കും பொழுது നീതിയുള്ള രാജാ அரசாட்சி செய்வார். യെശയ്യാ പ്രവചന പുസ്തകം 32:1 വായിക്കുമ്പോൾ നീതിയുള്ള രാജാവ് ഭരിക്കുമെന്ന് വായിക്കുന്നു. அவரோட பிரபுக்கள் நியாயமாய் துரைத்தனம் பண்ணுவார்கள். അവന്റെ പ്രഭുക്കന്മാരൊക്കെ ന്യായത്തോടെ ന്യായപാലനം ചെയ്യുന്നു. யார் அந்த பிரபுக்கள்? ആരാണ് ആ പ്രഭുക്കന്മാർ? இந்த பூமியிலே நியாயமாய் ஜீவித்தவர்கள். ഈ ഭൗമിക ലോകത്ത് ന്യായത്തോടെ ജീവിച്ചവർ. ஹல்லேலூயா. ഹല്ലേലൂയ. தேவனே, என்னை கேட்கிற அருமையான சகோதரனே சகோதரியே, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, இன்றைக்கு உங்களுக்கு சொல்லி தரப்படுகிற ஒவ்வொரு வேத வசனத்துக்கும் நீங்கள் உண்மையாக இருப்பீர்களானால், ഇന്ന് നിങ്ങളോട് ഉപദേശിക്കുന്ന ഓരോ സത്യവചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ വിശ്വസ്തരായി കാണപ്പെട്ടാൽ, நீங்கள் அந்த நீதியுள்ள ராஜாவோடு சேர்ந்து இந்த பூமியிலே பரம் செய்வீர்கள். നീതിയുള്ള രാജാവിനോട് ചേർന്ന് നിങ്ങളും ഈ ഭൂമിയെ ഭരിക്കും. அதுதான் ஆண்டவருடைய நீதியாய் இருக்கிறது. അത് തന്നെയാണ് നമ്മുടെ കർത്താവിന്റെ നീതി പ്രവൃത്തി. ஆகவேதான் வேதம் தெளிவாய் சொல்லுகிறது. വേദപുസ്തകത്തിൽ നാം വളരെ സൂക്ഷ്മമായും വായിക്കുന്നു. 1 சாமுவேலில் நாம் 2 அதிகாரம் 8 வசனத்தில் வாசிக்கிறோம். 1 ശമൂവേലിന്റെ പുസ്തകം 2:8 വായിക്കുന്നു. அவன் எளியவனை அவர் குப்பையிலிருந்து அவர் எளியவனை பொடியிலிருந்து உயர்த்துகிறார் என்று வாசிக்கிறோம். അവൻ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു എന്ന് വായിക്കുന്നു. தரித்திரனை குப்பையிலிருந்து உயர்த்துகிறார். അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. புழுதியிலிருந்தும் குப்பையிலிருந்தும் எளியவனையும் தரித்திரனையும் ஆண்டவர் உயர்த்தி, ആ ചെളിയിൽ നിന്നും കുപ്പയിൽ നിന്നും ദരിദ്രരെയും എളിയവരെയും ദൈവം ഉയർത്തി பிரபுக்களோடு அவர்களை மகிமையுள்ள சிங்காசனத்தை சுதந்தரிக்க வைக்கிறார். പ്രഭുക്കന്മാരോടുകൂടെ ആ മഹത്വമുള്ള സിംഹാസനം അവകാശമാക്കുവാൻ അവരെ വെക്കുന്നു. ஆண்டவருடைய வார்த்தை எவ்வளவு உண்மையாயிருக்கிறது. ദൈവത്തിന്റെ വാഗ്ദാനമൊക്കെ എത്ര വിശ്വസ്തമായതാണ്. பாவ வாழ்க்கை ஜீவிக்கும் பொழுது குப்பையில கிடந்தோம். പാപ ജീവിതം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നാം കുപ്പയിലായിരുന്നു. நாம் அந்த புழுதியில கிடந்தோம். ആ അഴുക്ക് ചാലുകളിലായിരുന്നു. அந்த தேவனுடைய கிருபை நம்மை தேடி வந்தது. ആ ദൈവത്തിന്റെ കൃപ നമ്മെ അന്വേഷിച്ചു വന്നു. நம்மை கழுவினார். നമ്മെ കഴുകി. அந்த கிருபை நம்மை உயர்த்தினது. ആ കൃപ നമ്മെ ഉയർത്തി. அது கல்வாரியிலிருந்து வந்தது. അത് കാൽവരി ക്രൂശിൽ നിന്ന് சிலுவையிலிருந்து வந்தது. ആ ക്രൂശിൽ നിന്ന് വന്നു. ஆகவேதான் பரிசுத்த பவுல் சொல்லுகிறார். അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, கலாத்தியர் 6:14 ഗലാത്യ ലേഖനം 6:14 எனக்கு இந்த பூமியில மேன்மை பாராட்ட ஒன்றுமில்லை. എനിക്ക് ഈ ഭൂമിയിൽ പ്രശംസിക്കുവാൻ ഒന്നുമില്ല. சிலுவை அல்லாமல் எனக்கு மேன்மை பாராட்ட ஒன்றுமில்லை. ക്രൂശ് അല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല. என்னை கேட்கிற அருமையான சகோதரனே சகோதரியே, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, நீங்கள் இதிலே மேன்மை பாராட்டுங்கள். നിങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ഓർത്ത് പ്രശംസിപ്പീൻ. சிலுவையை மேன்மை பாராட்டுங்கள். ക്രൂശിനെ കുറിച്ച് ഓർത്ത് പ്രശംസിപ്പീൻ. உங்களுடைய படிப்பை மேன்மை பாராட்டி என்ன செய்கிறது? നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഓർത്ത് പ്രശംസിച്ച് എന്ത് ചെയ്യുവാൻ? அதெல்லாம் தேவை, அத்தியாவசியம், அவ்வளவுதான். അതൊക്കെ അത്യാവശ്യം തന്നെ. ഇതൊന്നും പരലോകത്ത് കൊണ്ടുപോകുന്നില്ലയേ. ഇതൊന്നും നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടു ചെല്ലുകയില്ല. பையன் பேருக்கு பின்னால டிகிரி எல்லாம் மொத்தமா எழுதி வெட்டிங் கார்டில் இடுகிறது பார்க்கலும் பையன் நீதிமான் என்று சொல்லுகிறது எவ்வளவு மேன்மையா இருக்கும். വിവാഹ കാർഡ് അച്ചിടുമ്പോൾ പേരിനോട് ചേർന്ന തന്റെ വിദ്യാഭ്യാസ ഡിഗ്രിയുടെ കാര്യമൊക്കെയും അച്ചടിച്ചുകൊണ്ട് അതുകൊണ്ട് എന്ത് ശ്രേഷ്ഠതയാണ് ഉള്ളത്? என்னுடைய மகன் நீதிமான், എന്റെ മകൻ നീതിമാനാണ്, அவன் நியாயமாய் ஜீவிக்கிறவன், അവൻ ന്യായമായി ജീവിക്കുന്നവനാണ്. அப்படி சொல்லுகிறது எவ்வளவு மேன்மை. അങ്ങനെ പറയുന്നതാണ് എത്ര പ്രശംസയായ കാര്യം. பெற்றோர்களை உங்களுடைய பிள்ளைகளை குறித்து நீங்கள் அப்படி மேன்மை பாராட்டுங்கள். രക്ഷകർത്താക്കളെ, നിങ്ങളുടെ മക്കളെ കുറിച്ച് ഓർത്ത് അങ്ങനെ പ്രശംസിപ്പീൻ. இதைத்தான் நாம் மேன்மை பாராட்ட வேண்டும் என்று கர்த்தர் சொல்லுகிறார். ഈ കാര്യത്തെ കുറിച്ച് ഓർത്ത് പ്രശംസിക്കണമെന്ന് ദൈവം പറയുന്നു. என்னை இப்படி நீதிமானாய் மாற்றின அந்த சிலுவையை நான் மேன்மை பாராட்டுவேன். എന്നെ നീതിമാനാക്കി തീർത്ത ആ ക്രൂശിനെ കുറിച്ച് ഓർത്ത് ഞാൻ പ്രശംസിക്കും. சங்கீதம் 27 வாசிக்கும் பொழுது 20-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, சில ரதங்களையும் குதிரையை குறித்து மேன்மை பாராட்டுகிறார்கள். ചിലർ രഥങ്ങളിലും കുതിരകളിലും പ്രശംസിക്കുന്നു. நாங்கள் கர்த்தருடைய நாமத்தை குறித்து மேன்மை பாராட்டுவோம். ഞങ്ങൾ കർത്താവിന്റെ നാമത്തെ കുറിച്ച് ഓർത്ത് പ്രശംസിക്കുന്നു. இந்த நாமம் எப்படிப்பட்டது? നിന്റെ നാമം എങ്ങനെയുള്ളത്? பூமியிலே நீதியா ஜீவித்ததான இயேசுவின் ஜீவியம். ഭൂമിയിൽ നീതിയായി ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം. சங்கீதம் 70:16 வாசிக்கும் பொழுது 70-ാം സങ്കീർത്തനത്തിന്റെ 16 വായിക്കുമ്പോൾ, நாங்கள் நியாயமாய் ஜீவித்தபடியினால் ഞങ്ങൾ ന്യായത്തോട് ജീവിച്ചതുകൊണ്ട് தேவன் எங்களுக்கு நீதியாய பிரதிபலனை தருகிறார். ദൈവം ഞങ്ങൾക്ക് നീതിയായ ഒരു പ്രതിഫലം തരുന്നു. ஆகவே நாங்கள் நீதியை குறித்து மேன்மை பாராட்டுவோம். അതുകൊണ്ട് ഞങ്ങൾ നീതിയെ കുറിച്ച് പ്രശംസിക്കും. ஆகவே நாம் இந்த கிருபையை மேன்மை பாராட்டுவோம். നാം കൃപയെ കുറിച്ച് പ്രശംസിക്കും. அப்படி நியாயத்தை மேன்மை பாராட்டுவோம். അവന്റെ ന്യായത്തെ കുറിച്ച് அப்படி പ്രശംസിക്കും. நீதியை மேன்மை பாராட்டுவோம். അവന്റെ നീതിയെ കുറിച്ച് இதனால் പ്രശംസിക്കും. நம்ம நம் கர்த்தரை மேன்மை பாராட்டுகிறோம். ഇതെല്ലാം ചേർന്ന് കർത്താവിനെ കുറിച്ച് നാം ഓർത്ത് പ്രശംസിക്കും. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. எப்பொழுதும் கர்த்தரை உயர்த்துகிறவர்களாய் காணப்படுவோம். എപ്പോഴും കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നവരായി തീരും. ஜீவியத்தின் அனுபவத்தை சொந்தமாக்குவோம். ജീവിതത്തിൽ ആ അനുഭവങ്ങളെ നാം നേടിയെടുത്ത് അവകാശമാക്കും. கர்த்ததாமே நமக்கு உதவி செய்வார். ദൈവം തന്നെ നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധനിനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാന്മാരിനിയും അധികം നീതി ചെയ്യട്ടെ. വിശുദ്ധനിനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതി
പ്രതിഫലവുമായി വരുന്നു സർവവല്ലഭൻ, പ്രതിഫലവുമായി വരുന്നു സർവവല്ലഭൻ. തൻ വരവിനായി നീയും ഒരുങ്ങി നിൽക്കണം. ഇമ്മാനുവേലമേശു ശീഘ്രം വന്നിടും. തൻ വരവിനായി നീയും ഒരുങ്ങി നിൽക്കുമോ? ഇമ്മാനുവേലമേശു ശീഘ്രം വന്നിടും. തൻ വരവിനായി നീയും ഒരുങ്ങി നിൽക്കുമോ? സൗഭാഗ്യമേറും ഭാവികാല ജീവിതമൊക്കെയും ഈ പാരിതിയിലെ കഷ്ടങ്ങൾ സാരമാക്കില്ല. സൗഭാഗ്യമേറും ഭാവികാല ജീവിതമൊക്കെയും ഈ പാരിതിയിലെ കഷ്ടങ്ങൾ സാരമാക്കില്ല. പ്രത്യാശയോടെ ഓടിടാൻ നമുക്ക് മുൻപോട്ട്, പ്രത്യാശയോടെ ഓടിടാൻ നമുക്ക് മുൻപോട്ട്. തൻ വരവിനായി നീയും ഒരുങ്ങി നിൽക്കണം. ഇമ്മാനുവേലമേശു ശീഘ്രം വന്നിടും. തൻ വരവിനായി നീയും ഒരുങ്ങി നിൽക്കുമോ? ഇമ്മാനുവേലമേശു ശീഘ്രം വന്നിടും. തൻ വരവിനായി നീയും ഒരുങ്ങി നിൽക്കുമോ? രാജാധിരാജനേശുവൻ വിശുദ്ധന്മാരുമായി നീതിയോടെ ഭൂമിയിൽ ഭരണം സ്ഥാപിച്ചിടുമേ. രാജാധിരാജനേശുവൻ വിശുദ്ധന്മാരുമായി നീതിയോടെ ഭൂമിയിൽ ഭരണം സ്ഥാപിച്ചിടുമേ. അന്നു തന്നോടൊന്ന നീയും ഭരണം ചെയ്യുവാൻ, അന്നു തന്നോടൊന്ന നീയും ഭരണം ചെയ്യുവാൻ. തൻ വരവിനായി നീയും ഒരുങ്ങി നിൽക്കണം. രാജാധിരാജനേശുവൻ വിശുദ്ധന്മാരുമായി നീതിയോടെ ഭൂമിയിൽ ഭരണം സ്ഥാപിച്ചിടുമേ. രാജാധിരാജനേശുവൻ വിശുദ്ധന്മാരുമായി നീതിയോടെ ഭൂമിയിൽ ഭരണം സ്ഥാപിച്ചിടുമേ. അന്നു തന്നോടൊന്ന നീയും ഭരണം ചെയ്യുവാൻ, അന്നു തന്നോടൊന്ന നീയും ഭരണം ചെയ്യുവാൻ. തൻ വരവിനായി നീയും ഒരുങ്ങി നിൽക്കണം. രാജാധിരാജനേശുവൻ വിശുദ്ധന്മാരുമായി നീതിയോടെ ഭൂമിയിൽ ഭരണം സ്ഥാപിച്ചിടുമേ. 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 Hallelujah, 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 hallelujah. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇളയവനെ കുപ്പേർന്ന് ഉയർത്തി മഹിമാസനത്തിൽ ഇരുത്തുന്ന ഒരു ദൈവം, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നവനായ ദൈവം. നാം ഏതുമില്ല, മനുഷ്യനെ യോഗ്യനായി സൃഷ്ടിച്ചെങ്കിലും ഒന്നെ യോഗ്യതയെ നഷ്ടമാക്കി പാപം ചെയ്ത് വീണ് ദൈവത്തിന് നകന്ന് നിത്യനരകത്തിന് ശിക്ഷാവധിക്ക് യോഗ്യനായി തീർന്നു. എങ്കിലും നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ കൃപ നമ്മളെ തേടി വന്നു. ആ സൗജന്യമായ രക്ഷ നമുക്ക് തന്നു. നമ്മുടെ പാപങ്ങളൊക്കെയും നമ്മോട് ക്ഷമിക്കുന്നു. നമ്മളെ തൻ്റെ പ്രമാണത്തിനൊത്തണം ജീവിപ്പാനായി വിളിക്കുന്നു. ദൈവം നമ്മളെ ഏതുമില്ലാതെ നമ്മൾ ഉയർത്തി ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം ഈ ലോകത്തിൽ ഭരിപ്പാൻ, ഒരു നീതിയുള്ള ഭരണത്തിൽ പങ്കാളിയായി തീരുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ആ വിളിയെ നാം നിരസിക്കേണ്ടതില്ല. ഇന്നും പാപത്തിൽ ജീവിക്കുന്നുവോ, ഇന്ന് ലോക സന്തോഷങ്ങൾ ജീവിക്കുന്നുവോ, പാപത്തിൻ്റെ ഇൻപങ്ങളെ വിടാൻ കഴിയാതിരിക്കുന്നുവോ, ദൈവസന്നിധിയിൽ താഴ്ത്തുക. ദൈവം അതിനായി കൃപ തരും. അവൻ തൻ്റെ പരിശുദ്ധാത്മാനുശക്തിയാൽ ജയജീവിതത്തെ തരും. വിടാതെ പാപങ്ങൾ മുറുകെ പറ്റുന്നതായ പാപങ്ങളെ ജയിച്ച് ഈ ലോകത്തെ പരിശുദ്ധമായി ജീവിപ്പാനായി ദൈവം നമ്മളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. അവൻ നമുക്ക് തരുന്നതായ എല്ലാ ന്യായങ്ങളെയും നമുക്ക് പ്രമാണിക്കാം. ദൈവത്തിൻ്റെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ജലസ്നാനത്തിൻ്റെ സത്യത്തെ അനുസരിക്കാം. കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. നീതിയോടും ന്യായത്തോടും കൂടെ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ദൈവപ്രസാദകരമായി നമുക്ക് ലോകത്ത് ജീവിക്കാം. കർത്താവ് തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി വേഗത്തിൽ വെളിപ്പെടാൻ നോക്കുകയാണ്.
പറയുകയാണ്, യേശു ഈ ലോകത്തിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, പാപത്തെ വെറുത്ത് ലോകത്തെ വെറുത്ത് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകും. അവർക്കായി ദൈവം താൻ ചേർക്കപ്പെടുന്ന വിശുദ്ധന്മാരുമായി ലോകത്തെ 1000 ആണ്ട് ഭരിക്കും. അവിടുന്ന് ശേഷമായി നിത്യത സ്ഥാപിക്കപ്പെടും. നിത്യത നാം എന്നും ഉന്നയിക്കും, ദൈവത്തോടുകൂടി ആയിരിക്കും. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ആരോഗ്യത്തെ പ്രശംസിപ്പാനുണ്ടോ? അത് നിമിഷനേർക്ക് നഷ്ടപ്പെട്ടു പോകും. ജ്ഞാനത്തെ പ്രശംസിപ്പാനുണ്ടോ? അതിനും വലിയ ഗ്യാരണ്ടി ഇല്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കുന്ന ഒന്നിനും ഒരു ഉറപ്പില്ല. എന്നാൽ നമ്മുടെ ദൈവം വിശ്വസ്തൻ, അവൻ മാറാത്തവൻ, അവൻ വാഗ്ദത്തത്തിൽ മാറാത്തവൻ, അവനെ വിശ്വസിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നവൻ, അവനായി കാത്തിരിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവൻ, അവൻ പാപങ്ങളെ ക്ഷമിക്കുന്നവൻ, രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ, ലോകം തരാൻ കഴിയാത്ത സമാധാനം കൊണ്ട് നിറയ്ക്കുന്നവൻ. ഹല്ലേലൂയ. സർവോപരി നമ്മളെ ശുദ്ധീകരിച്ച മനുഷ്യരായ നമ്മളെ, പാപികളായ നമ്മളെ, ഏതുമില്ലാത്ത നമ്മളെ ദൈവത്തെ പോലെ ആക്കി തീർക്കുന്ന ദൈവത്തിന് അതിശയമായ കൃപയുടെ പ്രവൃത്തി താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ മേൽ കൃപ പകരട്ടെ, ശക്തി പകരട്ടെ, അഭിഷേകം പകരട്ടെ, അനുഗ്രഹിക്കട്ടെ, പുതുക്കട്ടെ, ഈ നിത്യരാജ്യത്തിനായി നമ്മളെ ഒരുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബലവഗലവഗതിഗദിനാപ്തിനായി ശിനായി വികലാലിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പരിശുദ്ധ കൂട്ടങ്ങളൊത്തു ചേർന്നിടുവാൻ കാലം സമീപമായേ. പരിശുദ്ധ കൂട്ടങ്ങളൊത്തു ചേർന്നിടുവാൻ കാലം സമീപമായേ. വേഗമുണർന്ന വിശുദ്ധരോട് ചേർന്ന് മണവാട്ടി സഭയിൽ നിൽക്കാം. വേഗമുണർന്ന വിശുദ്ധരോട് ചേർന്ന് മണവാട്ടി സഭയിൽ നിൽക്കാം. പരിശുദ്ധ കൂട്ടങ്ങളൊത്തു ചേർന്നിടുവാൻ കാലം സമീപമായേ. പരിശുദ്ധ കൂട്ടങ്ങളൊത്തു ചേർന്നിടുവാൻ. ഹല്ലേലൂയ. യേശുവരായി വിശുദ്ധന്മാരുടെ സംഘത്തെ ചേർക്കുവാൻ, നൂതന മണവാട്ടിയായി ഒരുങ്ങുന്ന വിശുദ്ധന്മാരുടെ സംഘത്തെ ചേർക്കുവാൻ യേശുവരായി. ഹല്ലേലൂയ. ന്യായങ്ങളെ കൽപ്പനകളെ പ്രമാണിക്കാം, പരിശുദ്ധമായി ജീവിക്കാം, വരവിനായി ഒരുങ്ങാം, ക്രിസ്തുവിന്റെ മണവാളന്റെ മണവാട്ടിയായി മാറാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഏതുമില്ലാത്ത നമ്മൾക്ക് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ മഹനീയമായ സൗഭാഗ്യങ്ങളെ, ഈ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ, ഈ നിത്യ സൗഭാഗ്യത്തെ നഷ്ടപ്പെടുത്താതെ ദൈവഹിത പ്രകാരം ജീവിപ്പാനായി നമ്മെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ പാപികളെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്ത് വന്നവൻ വീണ്ടും തന്നെ വിശുദ്ധന്മാർ സംഘത്തിനായി വീണ്ടും വരുമ്പോൾ നമ്മുടെ പരിഗണിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം ലോകത്ത് നീതിയോടെ ഭരണത്തിൽ പങ്കാളികളായി തുറന്ന് നിത്യദിനം കാണപ്പെടുവാൻ എല്ലാവർക്കും ഭാഗ്യം സിദ്ധിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രകൃതിയിൽ പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ ദൈവസ്ഥലം വന്നവരെ കുടുംബവുമായി വ്യക്തിപരമായി ദൈവം അനുഗ്രഹിച്ച് അവരുടെ ഭാരങ്ങളെ ചുമന്ന് പ്രശ്നങ്ങളെ പരിഹരിച്ച് സകല സൗഭാഗ്യങ്ങളാൽ നിറയ്ക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തലകളെ പ്രാർത്ഥനയ്ക്കായി വണക്കാം. പരിശുദ്ധനുമായ ദൈവമേ, ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൺവെൻഷൻ ദിവസങ്ങൾ ദാനമായി തന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭ ദിനം തന്നെ ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന് ഞങ്ങളെ സർവ്വ
സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറച്ചതിനായി സ്തോത്രം. കർത്താവയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങൾ ആത്മാവിനും ശരീരത്തിനും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വിലയേറിയ മാറ്റമില്ലാത്ത വചനങ്ങൾ പ്രഘോഷിപ്പാൻ ഒരു ഭൃത്യന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കേട്ട വചനങ്ങൾ നൂറുമേനിയായി ജീവിത ഫലം കായ്പാൻ ഇടവരുത്തുമാറാകണമേ. കർത്താവ് വരുമ്പോൾ അങ്ങെതിരേൽപ്പാൻ തക്ക ഒരുങ്ങി നിൽക്കേണ്ടതിന് കർത്താവ് അവിടുത്തെ ന്യായങ്ങളെ പ്രമാണിച്ച് അവിടെ ദൈവ ക്രിസ്തുവിനെ നീതിയെ ധരിച്ച് പരിശുദ്ധമായ ജീവിതം നയിച്ച് ക്രിസ്തുവിനെ എതിരേൽപ്പാൻ എവരെയും പ്രാപ്തരാക്കി തീർക്കണമേ. തുടർന്നുള്ളതായ ദിവസങ്ങൾ യോഗങ്ങളെയും കർത്താവ് ഫലമേൽക്കും, എല്ലാം തിരുനാമ മഹത്വത്തിനാക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവിന്റെ പ്രത്യക്ഷത വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നാളത്തെ പ്രോഗ്രാം പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി കർത്തദാസന്മാർ പ്രാർത്ഥിക്കുന്നതാണ്. മുൻപോട്ട് കടന്നു വരിക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിശ്വാസികൾ